ബോഡി എന്ത് ചെയ്യണമെന്നല്ലേ? ലിയാഖത്ത്, നീ ഈ സമുദായത്തെ ബുദ്ധിമുട്ടിക്കരുത്. ഡെഡ് ബോഡി എന്ത് ചെയ്യണമെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വെയിറ്റ് ചെയ്യേ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് തരികയാണെങ്കിൽ, ജീവിച്ചിരിക്കുന്ന സംസാരിക്കുന്ന ബോധമുള്ള കാലത്ത് എന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രതിരോധം തീർക്കാൻ അല്ലെങ്കിൽ അതിന്റെ പക തീർക്കാൻ വേണ്ടി എന്റെ ഡെഡ് ബോഡി ഞാൻ നിങ്ങൾക്ക് പാഴ്സലായിട്ട് അയച്ചു തരാൻ ഏർപ്പാട് ചെയ്യാം. അതിൽ പണ്ട് മുഹമ്മദ് ബദറിൽ കൊന്നു തള്ളിയ മനുഷ്യരെ അംഗവിച്ഛേദം ചെയ്തിട്ട് ഡെഡ് ബോഡികൾ ഛിന്ന ഭിന്നമാക്കിയതിനു ശേഷം പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചിട്ടതിന് ശേഷം ആ പൊട്ടക്കിണറ്റിലെ മൃതദേഹങ്ങളെ നോക്കി ആക്രോശിച്ചതുപോലെ നിങ്ങൾക്ക് ആക്രോശിച്ച് സായുജ്യം അടയാം. നിങ്ങൾ അഡ്രസ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് പാഴ്സൽ ചെയ്ത് നിങ്ങൾക്ക് അയച്ചുതരാം. അങ്ങനെ ബദറിൽ കൊന്നു തള്ളിയ ഈ മുഹമ്മദ് നബിയെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആ ഉമ്മയുടെ ഉദരത്തിൽ പിറന്നതിൽ ലജ്ജയുണ്ടോ? ഇല്ല. ആ വാപ്പയ്ക്ക് ജനിച്ചതിൽ ലജ്ജയുണ്ടോ? ഇല്ല. ഞാൻ അഭിമാനിക്കുന്നു എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെയും കാര്യം ഓർത്തിട്ട്. കാരണം നിന്നെ പോലെയുള്ള മാലിന്യങ്ങൾ അതിനകത്ത് വന്ന് ജനിച്ചിട്ടില്ല കേട്ടോ. ഹലോ, ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ കേൾക്കായിരുന്നേ. ഇന്നലെ നമ്മൾ സംസാരിച്ചതിന്റെ ബാക്കിയൊക്കെ നിങ്ങൾ അപ്ലോഡ് കുറച്ച് കട്ട് ചെയ്തിട്ട് നിങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അതെ ലിയാഖത്താണ്. അപ്പൊ അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എന്റെ അനിയനോട് പിന്നീട് സംസാരിക്കുമ്പോഴും ആവർത്തിക്കുന്നത് കേട്ടു. ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ എനിക്കെതിരെ ഒരു ആരോപണമായിട്ട് പറയുന്നത് കേട്ടു. ഞാൻ ഏതോ ഒരു സ്ത്രീ നാട് നിങ്ങളെ കിടന്നു കൊടുക്കുന്നവളാണെന്ന് ഞാൻ പറഞ്ഞു എന്നാണ് നിങ്ങളുടെ ആരോപണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാനത് പറയുന്നത്? നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ടോ? അതെ, എന്റെ ശബ്ദത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെ നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരാൾ പറഞ്ഞു എന്നല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്റെ വോയിസിൽ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒന്ന് രണ്ട് വോയിസുകൾ എനിക്ക് വന്നിട്ടുള്ളൂ, പക്ഷെ ഞാനത് ഓപ്പൺ ചെയ്ത് കേട്ടിട്ടില്ല. എന്റെ ശബ്ദത്തിൽ ഞാൻ അത് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ചോദ്യം മനസ്സിലാവാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. നുണ പറയരുത്, മനസ്സിലായി? നിങ്ങളൊരു നുണയനാണ്. എന്നെ കുറിച്ച് ആ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് തെളിവ് വരാൻ പറ്റുമോ? എന്തിന് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന്? അതാ ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞ വോയിസ് തരൂ. ആ വോയിസ് കേൾപ്പിക്കൂ. ഇപ്പൊ കേൾപ്പിക്കൂ. കേൾപ്പിക്കൂ. ഇപ്പൊ കേൾപ്പിക്കൂ. ഇവിടെ കേൾപ്പിക്കൂ. എത്ര സമയം വേണം നിങ്ങൾക്ക് ആ വോയിസ് എടുത്തു തരാൻ? എത്ര സമയം വേണം? ഞാൻ എന്റെ വായ കൊണ്ട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതായിട്ട് തെളിയിക്കാൻ ആ വോയിസ് നിങ്ങൾക്ക് എടുക്കാൻ. അതായത് ലിയാഖത്ത് അങ്ങനെ പറഞ്ഞു എന്ന് വേറൊരാൾ പറയുന്നതല്ല, എന്റെ വാക്ക്, എന്റെ വോയിസിൽ ഞാൻ അങ്ങനെ ഒരു തെറി പ്രയോഗം ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ ആക്ഷേപിക്കുന്ന തരത്തിൽ പറഞ്ഞത് കേൾപ്പിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? ആ തെളിവ് എനിക്ക് തരാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? നിങ്ങൾക്ക് വാട്സാപ്പ് ഉണ്ടോ? എനിക്ക് വാട്സാപ്പ് അല്ല. നിങ്ങൾ എത്ര സമയം വേണം പറയൂ. നമ്പർ ചോദിച്ചു. നിങ്ങൾക്ക് എത്ര സമയമാണ് വേണ്ടത്? നിങ്ങൾ എന്നെ കുറിച്ച് എന്റെ അനിയനോട് പറഞ്ഞതും. ഒരു മിനിറ്റ്. നിങ്ങൾ മാത്രമല്ല, ഇപ്പോ ആ പറയുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ഒരു ഉസ്താദ് ഉണ്ട്. ആ ഉസ്താദും എന്നെ കുറിച്ച് ഈ ആരോപണം പറയുന്നുണ്ട്. ഈ ആരോപണത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള കാരണം അല്ലെങ്കിൽ അതിന്റെ തെളിവ് അത് നിങ്ങൾ വ്യക്തിപരമായിട്ട് അത് കേട്ട് പരിശോധിച്ചിട്ടുണ്ടോ? അതാണ് ചോദ്യം. ഉണ്ടോ? നമ്മളൊരു ആരോപണം നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. സുഹൃത്തെ, നിങ്ങൾക്ക് എന്താ മാന്യതയില്ലേ? നമ്മളൊരു ആരോപണം വരുമ്പോൾ പല കാര്യങ്ങളും അറിയുകയും സംസാരിക്കുകയും ചെയ്യും. ഞാൻ ചോദിച്ച ചോദ്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എന്താണെന്ന് ഞാൻ ആ ഓഡിയോ പൂർണ്ണമായിട്ട് പുറത്തുവിടാം. ശരി, കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞ ആരോപണത്തിന്, ഞാൻ ഒരു സ്ത്രീയെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞതിന് നിങ്ങൾക്ക് തെളിവ് തരാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നിങ്ങൾ ആ സ്ത്രീയെ നിങ്ങൾക്ക് ചെവി കേൾക്കുന്നില്ലേ? നിങ്ങളെ വായിലെന്താ? നിങ്ങൾക്ക് ചെവി കേൾക്കുന്നില്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ല, അല്ലേ? ഇതിലെ മറുപടി അത് പറഞ്ഞിട്ട് മറുപടി പറയും. കേട്ടിട്ടില്ല അല്ലെങ്കിൽ കേട്ടു എന്ന് ഉറപ്പിക്കണമെങ്കിൽ എനിക്ക് വന്ന വോയിസ് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്. ഒരു മിനിറ്റ്. ആരാണ് മാന്യതയുടെ മൂടിപടം അണയുന്നതെന്നും ആരാണ് മാന്യനെന്നും ആരാണ് പെരുങ്കള്ളനെന്നും തീരുമാനിക്കാം എന്ന് നിങ്ങൾ പറഞ്ഞു എന്നുള്ളത് ഉറപ്പിക്കണമെങ്കിൽ എനിക്ക് ആ വോയിസ് കേട്ടേ പറ്റുള്ളൂ. ഓക്കെ, ആ വോയിസ് കേട്ട് കഴിയുമ്പോൾ അതിൽ അങ്ങനെ ഒരു വാക്കില്ല എങ്കിൽ ലിയാഖത്ത് അലി അതിനകത്ത് അങ്ങനെ ഒരു വാക്ക് വന്നിട്ടില്ല
അത് പിന്നെ ധാരണ പിശക് കൊണ്ട് സംഭവിച്ചാണ്, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ പറഞ്ഞിരുന്നു എന്ന് അവർ ധാരണ പിശക് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഒരു മിനിറ്റ് എന്നെ കേൾക്കൂ കേട്ടോ. ഇനി ഒരു മിനിറ്റ് എന്നെ കേൾക്കൂ. നാട് നീളെ എനിക്ക് നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് എന്താ ഒരു മിനിറ്റ്. നിങ്ങൾ ഒരു തവണ എന്റെ അനിയനോട് ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ പൂർണ്ണമായി കേട്ടാലാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റൂന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് അല്ലേ? നിങ്ങൾ വെരിഫൈ ചെയ്യാതെ ഒരു മിനിറ്റ്, അതല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ, എനിക്ക് ആ വോയിസ് കേട്ടാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഒരു മിനിറ്റ്. നിങ്ങൾ എന്റെ അനിയനോട് ഫോൺ സംഭാഷണത്തിൽ ഇങ്ങനെ മറ്റുള്ളവരെ എന്റെ ഉമ്മയെ തെറി വിളിക്കുന്നതിന്റെ കാരണമായിട്ട് നിങ്ങൾ പറഞ്ഞത് ഞാൻ ഈ സ്ത്രീയെ അങ്ങനെ തെറി പറഞ്ഞു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അത് കേട്ട് ബോധ്യപ്പെട്ടിട്ടില്ലേ ഇതുവരെ? ഏത് സ്റ്റേറ്റ്മെന്റില്? അതായത് ഞാൻ ഒരു സ്ത്രീ ഇങ്ങനെ നാട് നീളെ കടന്നു കൊടുക്കുന്നവളാണെന്ന് ഞാൻ പറഞ്ഞു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഇന്നും പറഞ്ഞു എന്റെ അനിയനോട് വേറെ ഒരു മൂല്യരും പറയുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ ഒരു മിനിറ്റ്, ഈ വീഡിയോയിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അത് നിങ്ങൾ വെരിഫൈ ചെയ്തിട്ടാണോ പറഞ്ഞത് അതോ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ്? അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വന്ന വോയിസ് കേട്ടാൽ മാത്രമേ നിങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ഇതിനോടകം കേട്ടിട്ടുണ്ടോ ഇല്ലെന്നാണ് ചോദിച്ചത്. ജന്തുവേ, എടോ ജന്തു, ഞാൻ ഇങ്ങനെ വിളിക്കേണ്ടി വരികയാണ്. എടോ ജന്തു, ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇനി നിങ്ങൾ തെളിവ് പരിശോധിക്കണം എന്നാണോ പറയണത്? നിങ്ങൾ ഉന്നയിച്ച ആരോപണത്തിന്റെ തെളിവ് നിങ്ങൾക്ക് പരിശോധിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ചോദിച്ചത്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മളൊരു വീഡിയോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് കേട്ടുകേൾവിയുടെ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിന് നിങ്ങൾക്ക് അന്തസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അന്തസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ, നിങ്ങൾ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ തെളിവ് പരിശോധിച്ചിട്ടാണോ എന്നാണ് പറയേണ്ടത്. എനിക്ക് നിങ്ങൾ സംസാരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഉച്ചത്തിലോ ശബ്ദം ഉയർത്തി നിങ്ങളെ അതുകൊണ്ട് കാര്യമില്ല. ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയൂ. നിങ്ങളുടെ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഈ പറഞ്ഞ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? നിങ്ങൾ ഇത് കേട്ട് പരിശോധിച്ചതിന് ശേഷം വെരിഫൈ ചെയ്ത് പറഞ്ഞതാണോ അതോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം കേട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണോ? ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾ ആ സ്ത്രീയെ ആ രീതിയിൽ അഭിസംബോധന ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്ന വോയിസുകളുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ സുഹൃത്തെ? മാത്രമേ എനിക്കത്. അങ്ങനെയല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്, അങ്ങനെയല്ലല്ലോ നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞത്. ഞാൻ നിങ്ങൾ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചു തരാം. ഓക്കെ, വീഡിയോയിൽ പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചു തരാം. നിങ്ങളുടെ വാക്ക് നിങ്ങളെ കേൾപ്പിക്കാം. നിങ്ങളുടെ വാക്ക് ഇപ്പൊ നിങ്ങളെ കേൾപ്പിക്കാം. കേൾക്കൂ, ഇത് കേൾക്കൂ. എനിക്കറിയാമല്ലോ. അല്ല, ഇത് നമുക്ക് കേൾക്കാം, ആൾക്കാർ കേൾപ്പിക്കാമല്ലോ. അല്ല, വീഡിയോ ഞാനല്ലേ വീഡിയോ ചെയ്ത. അതാ ഞാൻ വീഡിയോയിൽ എന്താ ഞാൻ പറഞ്ഞു എന്നുള്ളത് എനിക്കറിയാമല്ലോ. നിങ്ങൾ ഈ പറയുന്ന കുറിച്ച് അവര് കണ്ടവർക്കെല്ലാം കിടന്നൊടുക്കുന്ന സ്ത്രീയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലെന്താ തർക്കം? അപ്പൊ നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് വിശ്വസിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. ഞാൻ ഇനി അത് പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പരിശോധിച്ചിട്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ മലം തിന്നുന്നവന്റെ മാന്യതയിൽ കാണിക്കണം. മലം തിന്നുന്നവന്റെ മാന്യതയെങ്കിലും നിങ്ങൾ കാണിക്കണം. ഓക്കെ, നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ തെറ്റ് മനുഷ്യന് പറ്റും, തെറ്റ് മനുഷ്യന് പറ്റാം, അബദ്ധം പറ്റാം, അത് മനസ്സിലാക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത് ഏത് മനുഷ്യനും തെറ്റ് പറ്റും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥനാവുന്നത്? നിങ്ങൾ മനഃപൂർവ്വം പറഞ്ഞ കളവല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥനാവുന്നത്? ഞാൻ നിങ്ങളോട് വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് അസ്വസ്ഥനാവുക പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു ഗതികേടില്ല. ഇല്ല, ആ ഗതികേടിലേക്ക് നിങ്ങൾ എത്തിയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ മനഃപൂർവ്വം പറഞ്ഞ നുണയായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ബന്ധപ്പെടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, സമാധാനമായിട്ട് സംസാരിക്കൂ. നിങ്ങൾക്ക് അത് ഞാൻ ചോദിക്കുന്നത്, ഒരു മനുഷ്യന് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ച ആള് ചിലപ്പോൾ നുണ പറഞ്ഞാണെങ്കിൽ തെറ്റ് പറ്റാം. ഓക്കെ, നിങ്ങൾക്ക് അത് സംഭവിച്ചതാണോ? ഇവിടെ നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ അങ്ങനെ പറയുന്നു എന്ന നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ അങ്ങനെ പറഞ്ഞു നടക്കുന്നു എന്നതിന് ശേഷം ഞാൻ മാന്യതയുടെ മുഖം മൂടി അണിയുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോധ്യമാണ് നിങ്ങൾ അവിടെ പറയുന്നത്. ആ ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് കേട്ടിട്ടുണ്ടോ? ഞാൻ മാന്യതയുടെ പറഞ്ഞത് ആ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇന്നലെ സംസാരിച്ച ഉടനീളം
നിങ്ങൾ അതല്ലാത്തൊരു സംസാരം നിങ്ങൾ അപ്ലോഡ് ചെയ്യൂ. എന്റെ ഒരു സംസാരം മനുഷ്യനെ തെറി വിളിക്കുന്ന മനുഷ്യനോട് അപമര്യാദയായി പെരുമാറുന്ന ഒരു വീഡിയോ നിങ്ങൾ പുറത്തു വിടൂ. നിങ്ങളത് കഥ നിങ്ങൾക്ക് വെറും കെട്ടുകഥയാക്കിയിട്ടാണ് നിങ്ങളത് പിന്നെ ആ വിഷയത്തിലാണ് ആ രീതിയിലാണ് നിങ്ങൾ എന്നോട് സംസാരിച്ചത്. ഒരു വ്യക്തിയുടെ ഒരു അനുഭവം ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കത് വെറും കെട്ടുകഥ. നിങ്ങൾ ആ വ്യക്തിയുടെ നമ്പർ തരൂ. നിങ്ങൾ വിഷയം മാറ്റി ഓടിപ്പോകരുത്. എങ്ങനെ നിങ്ങൾ വിഷയം മാറ്റി ഓടിപ്പോകരുത്. ഓരോ വിഷയം ഞാൻ നിങ്ങൾ ഇന്നലെ സംസാരിക്കുമ്പോൾ പേന വെച്ച് പോയിന്റ് നോട്ട് നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥനാവുന്നത്? നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥനാവുന്നത്? നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ അസ്വസ്ഥനാവുന്നത്? ഞാൻ ഒരാഴ്ച ലീവ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ തീരുമാനമാക്കിയിട്ട് നമുക്കിനി ബാക്കി ചെയ്യാം. ഓക്കെ? അല്ല ഞാൻ ഇന്ന് മുതൽ ഒരാഴ്ച ലീവിലേക്ക് പോവാണ്. നമുക്കിതൊക്കെ തീരുമാനമാക്കാം. ഓക്കെ? തീരുമാനമാക്കിയേ പറ്റൂ. ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ വിളിച്ചതല്ല. ഞാൻ ഒരു മിനിറ്റ് നിങ്ങൾ പറഞ്ഞ കേട്ടില്ലല്ലോ. നോക്കൂ നിങ്ങൾ സത്യസന്ധനാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചൊരു ബോധ്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ മനസ്സാക്ഷിയോട് നീതി പുലർത്തി ജീവിക്കുന്ന മനുഷ്യനാണ്. ഞാൻ ഒരു മനുഷ്യനെ കുറിച്ചും തെറി പറയാറില്ല. ഓക്കെ? ഇനി തെറി പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ തെറി പറഞ്ഞു എന്ന് പറയാൻ ഒരു മടിയുമില്ല. ഓക്കെ? ഇനി ഞാൻ പറയണത്, നിങ്ങൾ ഇന്ന് വീഡിയോയിൽ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞു നടക്കുന്നു എന്നാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു എന്നാണ്. അത് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ നാട്ടുകാർ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു എന്നല്ല. കേൾക്കൂ, ശ്രദ്ധിച്ച് കേൾക്കൂ. നിങ്ങൾ എന്തിനാണ് എന്തിനാണ് അസ്വസ്ഥനാവുന്നത്? നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ മാനിക്കൂ. ഞാൻ പറയുന്ന ഒരു സെന്റൻസ് പൂർത്തീകരിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. ഇതിനെന്താ അസ്വസ്ഥത എന്നല്ല, എന്താ പറയാ? ഞാൻ നിങ്ങളോട് പറയുന്നത് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ എന്റെ ചോദ്യങ്ങൾക്ക് ഇവിടുത്തെ മുസ്ലിം സമുദായം മറുപടി പറയുന്നത് അവർ അസ്വസ്ഥരാണെന്ന്. അത് വേറെ കഥ. അതിലും നിങ്ങളൊരു നുണ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ അത് നിങ്ങൾ വേറൊരു നുണ പറഞ്ഞിട്ടുണ്ട്. എന്റെ മറുപടി എനിക്ക് നിങ്ങൾ വിഷയം മാറ്റാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് നിങ്ങൾ നിൽക്കൂ. എന്നാ നിങ്ങൾ പറയും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ ഇന്നലെ നിങ്ങളോട് 3 ചോദ്യം ചോദിച്ചു. 3 ചോദ്യം ചോദിച്ചു. കുറിച്ച് ഞാൻ പറഞ്ഞത് ആ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മറുപടി 100 വട്ടം പറഞ്ഞു കഴിഞ്ഞു സുഹൃത്തെ. ആ വോയിസ് പരിശോധിച്ചതിന് ശേഷം അതിനകത്ത് അങ്ങനെ ഒരു വാക്കില്ല എങ്കിൽ ഞാൻ ലിയാഖത്ത് വോയിസ് അയച്ചിട്ട് പറയും, ലിയാഖത്ത് അലി ആ വോയിസിനകത്ത് നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞ ഒരു നുണ ഇപ്പോൾ നിങ്ങളുടെ വാദം അനുസരിച്ച് നിങ്ങൾ അത് വ്യക്തിപരമായി പരിശോധിച്ചിട്ടില്ല, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് അല്ലേ? കേട്ടുകേൾവി എന്നല്ല പറയുന്നത്, ഞാനത് പ്രയോഗത്തിൽ പറഞ്ഞു എന്ന് വിചാരിച്ചിരുന്നു. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ കേട്ടുകേൾവിയുടെ നിങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ടോ? ഒരു ചോദ്യം സുഹൃത്തെ, ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലേ? നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞ ആക്ഷേപം നിങ്ങൾ വ്യക്തിപരമായി വെരിഫൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല ലിയാഖത്തെ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല ലിയാഖത്തെ. കേൾക്കാത്ത ഒരു കാര്യം, നിങ്ങൾ വ്യക്തിപരമായി കേൾക്കാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ചിലരെ വിശ്വാസത്തിലെടുത്ത് പറയുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇത് ആരാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? പറയും. ഏതാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ ആരെയാ വിശ്വസിച്ചെന്ന് മനസ്സിലാവാനാ? അത് ഞാൻ അല്ല, അതിപ്പോ എനിക്കിപ്പോ എല്ലാവരും എന്നോട് ഇന്ന ആൾ വന്ന് പറഞ്ഞു, മറ്റേ ആൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ നിങ്ങൾ ഒരാളെ കുറിച്ച് ഒരാളൊരു കാര്യം പറയുമ്പോൾ നോക്കൂ, നിങ്ങൾ ഇസ്ലാമിന്റെ വക്താവാണല്ലോ. ഞാൻ നിങ്ങളോട് ഇസ്ലാമികമായ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഇസ്ലാമിന്റെ വക്താവാണല്ലോ. നിങ്ങൾ ഇസ്ലാമിന്റെ വക്താവാണല്ലോ. നിങ്ങൾ ഇസ്ലാമിക വിശ്വാസിയാണല്ലോ. നിങ്ങളൊരു വിശ്വാസിയാണല്ലോ. നിങ്ങളോട് ഞാൻ മതപരമായ ഒരു ചോദ്യം ചോദിക്കാണ്. ഒരാളെ കുറിച്ച് ഒരാൾ അങ്ങനെ പറഞ്ഞു എന്ന് മറ്റൊരാളോ അല്ലെങ്കിൽ ഒരാള്, ഇപ്പൊ ഞാൻ നിങ്ങളെ കുറിച്ച് വേറെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്നൊരാൾ പറഞ്ഞാൽ അത് വിശ്വസിക്കുകയും അത് സമൂഹത്തിനോക്ക് പറയുകയും ചെയ്യുന്നതിന് പരദൂഷണം എന്നല്ലേ പറയാ? അത് ആണോ അല്ലേ? അല്ല, ലിയാഖത്തിൽ ചോദിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തു എന്ന്, ഞാൻ ലിയാഖത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങളോട് ഒരാൾ പറയുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് വെരിഫൈ ചെയ്യുന്നതിന് മുമ്പ്, തെളിവ് ബോധ്യപ്പെടുന്നതിന് മുമ്പ് അങ്ങനെ ലിയാഖത്ത് പറഞ്ഞു എന്ന് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുമ്പോൾ അത് പരദൂഷണമാണോ അല്ലേ? നിങ്ങളെ വിശ്വാസം അനുസരിച്ച് ചോദിക്കണം. അല്ല, അങ്ങനെ പരദൂഷണമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നത് ഏത് മതവിശ്വാസ പ്രകാരം? നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചിട്ട്. അത് എന്റെ മതവിശ്വാസ പ്രകാരം അത് പരദൂഷണമാണോ അല്ലയോ എന്നുള്ളത് എനിക്ക് ലിയാഖത്ത് അലിയോട് പറയേണ്ട കാര്യം. നിങ്ങൾക്ക് ആരോടും പറയാൻ കഴിയില്ല.
മനസ്സിലായി? അപ്പൊ നിങ്ങളുടെ വിശ്വാസത്തെയാണ് നിങ്ങൾ വ്യഭിചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസി എന്ന മുഖംമൂടിയാണ് നിങ്ങൾ കപടമായി അണിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന മൂല്യങ്ങൾ എന്ന് പറയുന്നത് കാപട്യമാണ്. മനസ്സിലായി? നിങ്ങൾ നിങ്ങളുടെ ആദർശത്തെയാണ് വ്യഭിചരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? ലിയാഖത്തലിയോട് പറയേണ്ടതില്ലെന്നാ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. എന്നാ പറയും, ഇത് കേൾക്കുന്ന നാട്ടുകാരോട് പറ, ഇത് കേൾക്കുന്ന നാട്ടുകാരോട് പറ, ഇത് കേൾക്കുന്ന നിന്റെ ഉൾപ്പെടെയുള്ള പ്രേക്ഷകരോട് പറ. ഏതെങ്കിലും ഒരു നാട്ടുകാരൻ ചോദിക്കട്ടെ ലിയാഖത്തെ, ഇത് പറ. ഇത് നാട്ടുകാർ മുഴുവൻ കേൾക്കാൻ പോകുന്നല്ലേ, ഇത് പറ. നിനക്ക് ആർജവമുണ്ടെങ്കിൽ നീ പറ. നീ എന്നെ കുറിച്ച് പറഞ്ഞ പരദൂഷണമാണോ സത്യമായിട്ടുള്ള ബോധ്യമായിട്ടുള്ള കാര്യമാണോ? പറയടോ ഡെയിലി ഡാഷ്. നീ ഡെയിലി ഡാഷ് നിന്റെ ചാനലിന് ഇത്രയും നല്ലൊരു പേര് വേറെ കൊടുക്കാനില്ല. അല്ല ലിയാഖത്തലി, നാട്ടുകാരെങ്കിലും ചോദിക്കട്ടെ, ഞാൻ അവർക്ക് മറുപടി പറഞ്ഞാൽ പോലെ. ഞാനൊരു നാട്ടുകാരനാണ്, പറ. അതാ ഞാൻ പറഞ്ഞത്. ലിയാഖത്തലിയോട് വ്യക്തിപരമായി പറയുകയാണ്. എന്നെ കുറിച്ച് പറഞ്ഞതാണ് എടാ ജന്തുവേ അത്. നീ എന്നെ കുറിച്ചാ നീ ജന്തുവേ അത് പറഞ്ഞത്? എടാ ജന്തുവേ, നീ എന്നെ കുറിച്ചാ പറഞ്ഞത്. നിന്നെ കുറിച്ച് നിന്നോട് ചോദിക്കുന്നത് മതത്തിന്റെ നിയമമാണ്. എടാ ജന്തുവേ, എടാ ജന്തുവേ. ഞാൻ വിളിക്കുന്നത് കേട്ടോ, ഞാൻ വിളിക്കുന്നത്, ഞാൻ തെറി വിളിക്കാറില്ല എന്നല്ല എന്റെ പ്രശ്നം. ഞാൻ വിളിക്കുന്ന തെറിയാണ് കേട്ടോ. എടാ ജന്തുവേ, നിനക്ക് ആത്മാഭിമാനമുണ്ടെങ്കിൽ, നീ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ, നിനക്ക് ആത്മാഭിമാനം എന്നൊരു സാധനം ഉണ്ടെങ്കിൽ, നിനക്ക് ആത്മാഭിമാനം എന്നൊരു സാധനം ഉണ്ടെങ്കിൽ നീ മറുപടി പറ. എടാ ജന്തുവേ. ഞാനത് നിങ്ങളോട് തുറന്നു പറയുന്നതിൽ എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ നിലവിൽ നീ എന്നോടല്ല തുറന്നു പറയേണ്ടത്, നീ എന്നോടല്ല തുറന്നു പറയേണ്ടത്. നീ ഏത് പ്ലാറ്റ്ഫോമിലാണോ എന്നെ കുറിച്ച് ആരോപണം ഉന്നയിച്ചത് ആ പ്ലാറ്റ്ഫോമിലാണ് പറയേണ്ടത്. ഏതൊരു വ്യക്തിയെ കുറിച്ചാണോ പറഞ്ഞത് ആ വ്യക്തിയോട് എന്ന് പറയും. എന്നെ കുറിച്ച് നീ പബ്ലിക്കിൽ പറഞ്ഞ ഈ കാര്യം എന്നോടല്ല നീ പറയേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്. ചില കാര്യങ്ങൾ നിനക്ക് എന്നോട് പറയാൻ വയ്യ. എന്നെ കുറിച്ച് പറഞ്ഞ കാര്യത്തിന് ഞാൻ ചോദിക്കുമ്പോൾ നിനക്ക് എന്നോട് പറയാൻ വയ്യ. നീ കാണിച്ച വൃത്തികേട്, നീ കള്ളത്തരമാണ് കാണിച്ചത്. നീ അറിഞ്ഞുകൊണ്ട് ചെയ്ത വൃത്തികേടാണിത് എന്നും നിനക്കറിയാവുന്നത് കൊണ്ടാണ്. നീ അറിഞ്ഞുകൊണ്ട് ചെയ്ത വൃത്തികേടാണെന്ന് നിനക്കറിയാവുന്നത് കൊണ്ടാണ്. നിന്റെ നിയമ നടപടി എന്താണ്? നിയമ നടപടി അത് ഭീഷണിയല്ല. അത് ഭീഷണിയല്ല. ഇപ്പൊ എന്നെ കുറിച്ച് നീ പറഞ്ഞ ആക്ഷേപം തെളിയിക്കാനുള്ള ബാധ്യത നിയമപരമായിട്ട് നിനക്കുണ്ട്. ലിയാഖത്തലി, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലിയാഖത്തലിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, അത് ഒരു എന്താ പറയാ, തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല, അല്ലെങ്കിൽ അങ്ങനെ സംഭവം ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു വിശദീകരണം എന്റെ ചാനൽ വഴി ചെയ്യും. എത്ര സമയമാണ് നിനക്കത് പരിശോധിച്ചിട്ട്? ഒരു മിനിറ്റ്, തെളിവ് പരിശോധിക്കാം. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ സുഹൃത്തെ. രണ്ടിലൊന്ന് ചെയ്യണം. നീ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ, നീ ആത്മാഭിമാനമുള്ള ഒരുത്തനാണെങ്കിൽ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ചെയ്യണം. ഒന്നുകിൽ നിങ്ങളൊരു സമയം തന്നിട്ട് ഇത്ര സമയം ഞാൻ സമയത്തിന്റെ കാര്യമല്ല പറയുന്നത്. ഞാൻ സമയം തന്നില്ല നിങ്ങൾക്ക്. ഞാൻ നിങ്ങളോട് സമയം തന്നില്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ രണ്ടിലൊരു കാര്യം ചെയ്യണം. ഒന്നുകിൽ ഞാൻ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പുറത്തു വിടണം. ഞാൻ ആ പറഞ്ഞതിന് തെളിവ് പുറത്തു വിടണം. ഒന്നെങ്കിൽ നിങ്ങൾ വൈകിട്ട് ഒരു രാത്രി ഒരു 9 മണി നീ ഒന്നുകിൽ ആ തെളിവ് പുറത്തു വിടണം. ഒന്നുകിൽ ആ തെളിവ് പുറത്തു വിടണം. പറയുന്നത് കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. ഒരു ഒറ്റ മിനിറ്റ്, ഒരു 30 സെക്കൻഡ് എനിക്ക് നിന്നോട് ഇനി സംസാരമുള്ളൂ. 30 സെക്കൻഡ് എനിക്ക് നിന്നോട് ഇനി സംസാരമുള്ളൂ. അതിനു മുമ്പ് എനിക്ക് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പല തിരക്കിലുള്ള ആളാണ്. ആയിക്കോട്ടെ, ഒരു 15 സെക്കൻഡിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടോ. ഒരു രാത്രി 9 മണി ഇന്നലെ വിളിച്ച നീ രാത്രി വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് അല്ലല്ല. നിങ്ങൾ ഇന്നലത്തെ എന്നെ ഭീഷണിപ്പെടുത്തി. ഇന്ന് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാലും പെടുത്തിയില്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഞാൻ ആ വിഷയം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ കട്ട് ചെയ്ത് ഓടിപ്പോകരുത്. കട്ട് ചെയ്ത് ഓടിപ്പോകരുത്. ഒരു പോയിന്റ് പറഞ്ഞിട്ട് പോയിക്കോ. ഞാൻ ചോദിക്കുന്നത്, നീ എന്റെ പേര് പരാമർശിച്ച് നടത്തിയിട്ടുള്ള ഒരു പരാമർശത്തിൽ ഒന്നുകിൽ നീ അതിന് തെളിവ് പുറത്തുവിടുക. അതല്ലെങ്കിൽ അത് നീ തെളിവ് പരിശോധിച്ചിട്ട് നിനക്ക് അബദ്ധം പറ്റിയതാണെങ്കിൽ പറയുന്നത് ആവർത്തിച്ച് പറയാൻ നിനക്ക് ഒരു തവണ പറയാൻ നീ തയ്യാറല്ലല്ലോ. ഞാൻ ആ വോയിസുകൾ കേട്ടതിന് ശേഷം അതിനകത്ത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ചാനലിൽ ഞാൻ ആ വിഷയം അവതരിപ്പിക്കും. എന്റെ അടുത്ത വീഡിയോയിൽ പറയും. അതല്ല ഞാനത് എന്റെ പോസ്റ്റിൽ എന്താ പറയാ, നമ്മുടെ ചാനലിലെ നീ ഇപ്പൊ പറഞ്ഞതിന് എന്താ പരിഹാരം അത് പറ. അതാ
അതല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ഈ പറയുന്നത് നിങ്ങൾ കേൾക്കാത്തതാണോ അപ്പൊ എന്താണ് ഞാൻ ഭീഷണിപ്പെടുത്തല്ല. നിയമപരമായിട്ട് ഒരു രാജ്യത്ത് പൗരന്റെ അവകാശങ്ങൾ എന്താണെന്നും നിയമപരമായിട്ടുള്ള അവകാശങ്ങളും നിയമപരമായിട്ടുള്ള ബാധ്യതകൾ എന്താണെന്നും നിയമവും അവകാശങ്ങളും പോരാട്ടങ്ങളും ലിയാഖത്ത് അലിക്ക് മാത്രം അർഹതപ്പെട്ടതല്ലോ. ഇതൊന്നും നിങ്ങളുടെ മാത്രം കുത്തകയല്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും അല്ല. എങ്കിൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ എന്റെ അടുത്ത വീഡിയോയിലോ അതല്ല എങ്കിൽ ഞാൻ എന്റെ അവിടുത്തെ എന്താ പറയാ നമ്മളെ ടൈംലൈനിലോ ഞാൻ ആ വിഷയം പിന്നെ സംസാരിച്ചുകൊണ്ട് ഞാൻ അത് എഴുതും. കാരണം ഞാൻ മുമ്പ് മുജാഹിദിനെതിരെ പറഞ്ഞ ഒരു ആരോപണത്തിൽ എനിക്ക് വലിയ രീതിയിലുള്ള ഇത് വന്നപ്പോൾ ഞാൻ എന്റെ ഇതിനകത്ത് ഞാൻ എഴുതി ചേർത്തിരുന്നു. ഞാൻ മുജാഹിദിനെതിരെ സംസാരിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എഴുതി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് നാണമുണ്ടോ? എന്നെ കുറിച്ച് കളവ് പറഞ്ഞിട്ട് എന്നെ കുറിച്ച് നുണ പറഞ്ഞിട്ട് അതുകൊണ്ട് വീഡിയോ ചെയ്തിട്ട് അത് കുത്തിയിരുന്ന് അത് ആസ്വദിച്ച് അതിന്റെ കമന്റ് ആസ്വദിച്ച് നിർവൃതി അടഞ്ഞിട്ട് നീ അടുത്ത വീഡിയോയിൽ തിരിച്ചു പറയുന്നു. സാധാരണ നിലയിൽ 2 ദിവസം കൂടുമ്പോഴാണ് ഞാനൊരു വീഡിയോ ഇടുക. അല്ല, എന്നെ കുറിച്ചൊരു നുണ പറഞ്ഞിട്ട് ആ നുണയാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടിട്ട് നിന്റെ കയ്യിൽ തെളിവില്ലാതിരുന്നിട്ട് ഇനി അത് പരിശോധിച്ച് 2 ദിവസം കഴിയുമ്പോ നീ വീഡിയോ ചെയ്യാന്നല്ലേ? ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ സാധാരണ വീഡിയോ ചെയ്യുന്നത് 2 ദിവസങ്ങൾക്ക് ശേഷമാണ്. എടാ ജന്തുവെ, താനിപ്പോ പറഞ്ഞതിന്റെ തെളിവ് നിന്റെ കയ്യിലുണ്ടോ? തെളിവില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ എന്താ ചെയ്യാൻ? ഞാൻ നിങ്ങളല്ലേ ഇത് പറഞ്ഞോണ്ടിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് ആ വോയിസ് കേട്ടാൽ മാത്രമേ എനിക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. എടാ ജന്തുവെ, കേട്ടിട്ടല്ലേ നീ ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് പറയാൻ പാടുള്ളൂ? ജന്തുവേ, ഒരു ആള് പറയുന്നത് കേട്ടിട്ട് പറഞ്ഞു എന്ന് പറയണമെങ്കിൽ നീ അത് കേൾക്കണ്ടേ? ബാക്ക്ഗ്രൗണ്ട് വെച്ച് ലിയാഖത്ത് പറയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ജന്തുവേ, ഇതാണ് നിന്റെ വിശ്വാസം. ഇതാണ് ഞാൻ പറഞ്ഞത്. നിന്റെ ആദർശത്തെ, നിന്റെ ഇസ്ലാമിനെ നീയാണ് വ്യഭിചരിച്ചോണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നീ ഒരു ഇസ്ലാമിന്റെ പോരാളി. മനസ്സിലായോ? നീ ഒരു പോരാളിയല്ല, നീ കേവലം ഒരു എരപ്പാളി മാത്രമാണ്. നിന്റെ നിലവാരം എന്താണ് എന്നുള്ളത് നാട്ടുകാർക്ക് ഇതിനോടൊക്കെ മനസ്സിലാക്കി. ആ നിലവാരത്തിലേക്ക് താഴാനും എന്നെ കൊണ്ട് പ്രൂവ് ഇറ്റ് മാൻ. നിങ്ങൾ കുറച്ചായാലോ, കുറച്ച് ആൾക്കാർ കൂടി നടപ്പാളി ലെവലിലേക്ക് താഴാനും എന്നെ കൊണ്ട് സാധിക്കും. എന്തിനാണ് വീഡിയോ എന്നിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ കേൾപ്പിക്കുന്നത്? അത് നിങ്ങൾക്കറിയാം. ഞാൻ എത്രയോ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ തമ്മിൽ സംസാരിച്ചു. 49 മിനിറ്റ് ഉണ്ട്. എന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളത് പൂർണ്ണമായിട്ട് പുറത്തുവിടാത്തത്? പുറത്തുവിടാത്തത് ഇത്രയും ദൈർഘ്യമുള്ളൊരു വീഡിയോ ആയത് അത് എനിക്ക് എങ്ങനെ 2 ഭാഗമായിട്ട് അതല്ലേ അന്തസ്? തീർച്ചയായും ഞാൻ എന്റെ അടുത്ത വീഡിയോയിൽ ആവശ്യം ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ച വരികയാണെങ്കിൽ ഞങ്ങൾ ചർച്ച വരുത്തുകയാണെങ്കിൽ പിന്നെ നീ എന്താ പറഞ്ഞു? ഇസ്ലാം വിമർശകരെ കുറിച്ച് നീ മറുപടി പറയാറില്ല, വീഡിയോ ചെയ്യാറില്ലെന്നോ? നീ ഇഷ്ടം പോലെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. ആർക്ക്? ഇസ്ലാം വിമർശകർക്ക് നീ മറുപടി പറയാറില്ല എന്നൊക്കെ പറഞ്ഞു. ആരാണ് ഇസ്ലാം വിമർശകർ? ഞാൻ ഇതുവരെ ഇസ്ലാം വിമർശകരെ ആരെയും പിന്നെ ലിയാഖത്ത് അലിയാണോ ഇസ്ലാം വിമർശകർ? ആരിഫ് ഹുസൈനാണ് നിങ്ങളെ ഇസ്ലാം വിമർശകരായിട്ട്? ഇന്നലെ ലിയാഖത്ത് അലി പറയുന്നുണ്ടായിരുന്നു ഇസ്ലാം വിമർശകരാണ് ഞങ്ങളത്. അങ്ങനെ ലിയാഖത്ത് അലിയെ ഞങ്ങൾ ഇവിടുത്തെ മുസ്ലിം പൊതുസമൂഹം വിമർശകനായിട്ടാണ്. മുസ്ലിം പൊതുസമൂഹത്തിന്റെ ഭാഗമല്ലല്ലോ താൻ. ആര് പറഞ്ഞു? അത് നിങ്ങൾ പറഞ്ഞത് അല്ല. നിങ്ങൾ ആര് പറഞ്ഞു? നിങ്ങളുടെ ഈ ആക്ടിവിറ്റി ഒന്നും മുസ്ലിം പൊതുസമൂഹത്തിന്റെ ഭാഗമല്ലാന്ന്? അത് ഞാൻ പറഞ്ഞത് ആ വോയിസ് അവിടെ കിടപ്പുണ്ടല്ലോ. നമ്മൾ തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ കയ്യിൽ റെക്കോർഡ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കെതിരെ ഒരു ഗ്രൂപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ലിയാഖത്ത് അലിയെ പോലെയുള്ളവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് മുസ്ലിം പൊതുസമൂഹത്തിന്റെ ഒരു വിചാരം, ഒരു തീരുമാനം. ആ തീരുമാനത്തിന് എന്ന് കുറച്ച് ദിവസം മുൻപ്, കഴിഞ്ഞ ആഴ്ചയില്. അതിപ്പം ഈ പറയുന്ന പോലെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ആർക്ക് വേണ്ടി വിളിച്ചത്? ആർക്ക് വേണ്ടി വിളിക്കണമെന്നൊന്നുമില്ല. ഞാൻ എന്റെ സ്വന്തം ആവശ്യത്തിന് വിളിച്ചു. നിങ്ങൾ സ്വന്തം ആവശ്യത്തിന് വിളിച്ചു? ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞതനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ജസ്റ്റ് അവനെ ഒന്ന് വിളിച്ച് സംസാരിക്കാമെന്ന് ചോദിച്ചു. ഞാൻ വിളിച്ചു. ആര് ചോദിച്ചു നിങ്ങളോട്? എന്നോട് ചോദിച്ചു, മറ്റു പലരും ചോദിച്ചു ഈ വിഷയത്തിൽ. നിങ്ങൾ ഈ ഗ്രൂപ്പിന്റെ ആളല്ലേ? നിങ്ങൾ ഈ ഗ്രൂപ്പിന്റെ ആളല്ലെന്ന് ഞാൻ തെളിയിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞ മൊട്ടയോ? ഞാൻ തീർച്ചയായും അതാ ഞാൻ പറഞ്ഞത്. എന്നോട് ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞത് ഇത്തരം ആളുകളുടെ ഏജന്റ് ആയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ്. ഓഡിയോ അതിനകത്ത് അല്ല. നിങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. ലിയാഖത്ത്, നിങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ എന്നിട്ട് പറഞ്ഞത് നിങ്ങൾ ഈ പറയപ്പെടുന്ന ചാനലിന്റെ ആളാണെന്നും നിങ്ങൾ അവർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞത്. അത് തെളിയിച്ചാൽ ഞാൻ ചാനൽ ലിങ്ക് തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ ഫണ്ട് ആരൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം? ഇത്തരം ഫണ്ടിങ് നടക്കുന്നില്ല. അല്ല, അതാണ് അങ്ങനെ ഫണ്ടിങ് നടക്കുന്ന ആളാണ് ഞാനെങ്കിൽ, അല്ലെങ്കിൽ ഫണ്ട് കൊടുത്ത ആളാണ് നിങ്ങൾ അതിന് മാത്രമുള്ള കെൽപ്പുള്ള ആളല്ലാന്നും നിങ്ങൾ കേവലമായ ഏജന്റ് ആണെന്നാണ് പറഞ്ഞത്.
ഏജന്റ് ആണെങ്കിൽ നിങ്ങൾ ഏജന്റ് എന്തെങ്കിലും തെളിയിക്കൂ. ഏജന്റ് ആണ് നിങ്ങൾ, ഏജന്റ് ആണ്. നിങ്ങൾ എന്താ പറഞ്ഞത്? ആർക്ക് വേണ്ടി നിങ്ങൾ എന്റെ അനിയനെ വിളിച്ചത്? അല്ല ലിയാഖത്ത് അലി, നിങ്ങൾ ആർക്ക് വേണ്ടി എന്റെ അനിയനെ വിളിച്ചത്? ലിയാഖത്ത് അലി, നിങ്ങൾ ആർക്ക് വേണ്ടി എന്റെ അനിയനെ വിളിച്ചത്? ഞാൻ ആര് പറഞ്ഞേൽപ്പിച്ചിട്ടാ വിളിച്ചത്? മുസ്ലിം സമുദായത്തിനെതിരെ വലിയ ഒരു ഭാഗമായിട്ട് അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അനിയനെ വിളിച്ചത്. വിളിച്ചതിൽ എനിക്ക് മനസ്സിലായി അവരെ വിശ്വാസത്തിലെടുക്കാം, ലിയാഖത്ത് അലിയുടെ സഹോദരങ്ങളെ വിശ്വാസത്തിലെടുക്കാം. ആ നിലപാടിലാണ് ഇപ്പോഴും ഞാനുള്ളത്, ഈ സമയത്തും ഞാനുള്ളത്. അപ്പൊ ആ സഹോദരൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഏജൻസി പണിയെടുക്കുന്ന ഈ സ്ഥാപനം, അവരെ വിശ്വാസത്തിലെടുക്കുന്ന നിങ്ങൾ, അവരെ വിശ്വാസത്തിലെടുക്കുന്ന നിങ്ങൾ, അവര് പറഞ്ഞ കാര്യം, ഈ പറഞ്ഞത് മുഴുവൻ നുണയായിരുന്നു എന്ന് അവർ പറഞ്ഞില്ലേ? ഈ പറഞ്ഞത് മുഴുവൻ നുണയാണെന്ന് അവർ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ തിരുത്താത്ത? ആര് നുണയാണെന്ന് പറഞ്ഞു? ഞാൻ പോക്സോ കേസിൽ ജയിലിൽ കിടന്ന ആളാണെന്ന് നിങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പ്രചാരണം നടന്നിട്ടില്ലേ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് എന്റെ അനിയനെ വിളിച്ചത്? ഞാൻ മനസ്സിലാക്കുന്നത് മലം തിന്നുന്നവന്റെ മാന്യത വേണം നിനക്ക്. മലം തിന്നുന്നവനെ ഇതിനേക്കാൾ മാന്യത ഉണ്ടാവും. മലം തിന്നുന്നവന്റെ അത്രയും മാന്യത പോലും നിനക്കില്ല, മനസ്സിലായോ? അപ്പൊ നീ എന്താണെന്നും ഏതാണെന്നും ഒക്കെ പൊതുസമൂഹം ഇനി പുറത്തറിയാൻ പോവാണ്. ഞാൻ എന്തായാലും ഒരു 10 ദിവസമെങ്കിലും ലീവ് എടുത്ത് ഇതിന് പുറകെ കൂടാൻ പോവാം. നമുക്ക് നോക്കാം എന്താ വരുന്നത്, ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നും. പിന്നെ ലിയാഖത്ത് അലിയോട് മാന്യമായി സംസാരിക്കുന്ന ഒരാൾ ഞാൻ ആയതുകൊണ്ടാണ് നിങ്ങൾ എന്നെ തന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ, മാന്യമായിട്ട് സംസാരിക്കുന്നവരോട് മാത്രമേ സംസാരിക്കുള്ളൂ. പക്ഷെ നീ മാന്യനല്ല എന്നിപ്പോ എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഇനി നിന്നോട് സംസാരിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത് ലിയാഖത്ത് അലി എന്നെ വിളിച്ചത്, രണ്ടാമത് ലിയാഖത്ത് അലി എന്നെ വിളിച്ചത് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വിളിക്കേണ്ട കാരണം പറയാം. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇപ്പൊ രണ്ടാമത് വിളിച്ചതിന്റെ കാരണം പറയാം. അവർ പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇന്നലെ രാത്രി നിങ്ങൾ അനിയന് ഞാൻ വോയിസ് അയച്ചല്ലോ, അത് പറഞ്ഞില്ലേ അനിയൻ? ഇന്ന് രാവിലെ വോയിസ് അയച്ചല്ലോ, അതും അദ്ദേഹം പറഞ്ഞില്ലേ? രണ്ടാം തവണ നിങ്ങളെ വിളിക്കാനുള്ളതിന്റെ കാരണം കൂടി പറഞ്ഞിട്ട് നമുക്കൊന്ന് നിർത്താം. ഓക്കെ, എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിച്ചു? ഞാൻ രണ്ടാമത്തെ തവണ നിങ്ങളെ വിളിച്ചത് ഇന്നലെ നിങ്ങൾ വിളിച്ചപ്പോ മാന്യമായിട്ട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, ഇന്ന് രാവിലെ നിങ്ങൾ ഇപ്പൊ ഒരാളെ എനിക്ക് നിങ്ങളുടെ വീഡിയോ അയച്ചു തന്നു. എനിക്ക് നിങ്ങളുടെ ചാനലിന്റെ പേര് ഇന്നലെ നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. അങ്ങനെ ഞാൻ ഇന്നിപ്പോ എനിക്ക് ഒരാൾ ഈ വീഡിയോന്റെ ലിങ്ക് അയച്ചു തന്നു. ആ ലിങ്ക് അയച്ചിട്ട് അതൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്റെ വോയിസ് ആണ് പുറത്തു വിടുന്നത് പറഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ ഇത് 20 മിനിറ്റ് താഴെയുള്ള ഒരു വീഡിയോ ആണ്. 21 മിനിറ്റ് താഴെയാണ്. അപ്പൊ നമ്മൾ സംസാരിച്ചത് നോക്കുമ്പോൾ 49 മിനിറ്റ് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തീർത്തോട്ടെ പ്ലീസ്. 49 മിനിറ്റ് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങളത് പൂർണ്ണമായിട്ട് പുറത്തു വിടാത്തത് നിങ്ങളോട് ചോദിക്കണമായിരുന്നു. ഒന്ന്. രണ്ടാമത്തത്, അത് കേട്ട് കംപ്ലീറ്റ് ചെയ്യട്ടെ സുഹൃത്തെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിൽ നിങ്ങൾ പറയട്ടെ, അത് നിങ്ങൾ അത് മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോ അതിൽ നിങ്ങൾ അവസാനമായിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഞാൻ ഇങ്ങനെ ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞു എന്നാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആണേ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾ ആ തെളിവ് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടോ, കേട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ് വിളിച്ചത്. അതല്ല കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് പരിശോധിച്ചിട്ട് നിങ്ങൾ അത് തിരുത്തുമോ എന്നറിയാനാണ് വിളിച്ചത്. അപ്പൊ നിങ്ങളോട് ഇപ്പൊ സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളത് ബോധപൂർവം പറഞ്ഞ നുണയാണ്. നിങ്ങളെ തെളിവ് പരിശോധിച്ചിട്ടില്ല, നിങ്ങൾ അങ്ങനെ തെളിവ് കണ്ടിട്ടില്ല, നിങ്ങളുടെ അനിയനും മറ്റൊരാളും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഉസ്താദ്, ആ മൗലിയാര് പറഞ്ഞത് ഒരു നുണയാണ്. ആ നുണ ഒരു മനുഷ്യനെ കുറിച്ച് മുസ്ലിയാരാണോ മറ്റാരെങ്കിലും ആണെന്നൊന്നും എനിക്കറിയാം. ഓനാരോ ആയിക്കോട്ടെ സുഹൃത്തെ, നിങ്ങളെ കുറിച്ച് ഞാനൊരു കാര്യം കേൾക്കുമ്പോ നിങ്ങൾ അത് എനിക്ക് ബോധ്യപ്പെടാതെ ഞാൻ അത് മറ്റൊരാളോട് പറയാൻ പാടുണ്ടോ? മിനിമം മര്യാദ. ബാക്കിയൊക്കെ വിടും. അല്ല, പാടുണ്ടോ? നിങ്ങൾ എന്തെങ്ങനെ മറുപടി പറയാൻ ബുദ്ധിമുട്ടുന്നത്? അല്ല, ലിയാഖത്തിനോട് ഞാൻ ഇതിൽ ഇപ്പൊ തന്നെ 100 തവണ മറുപടി പറഞ്ഞു. 101ാമത്തെ തവണ ഇതിന് മറുപടി പറയാം. ഇങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ ഈ ചെയ്തത് തെറ്റാണോ? അല്ലെ, നിങ്ങൾ ചെയ്തത് തെറ്റാണോ? നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാനത് തിരുത്തില്ല. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാനത് തിരുത്തും. ശരിയാണ് എന്ന് നിങ്ങൾ ഇതിനോട് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ബോധ്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. അതാ ഞാൻ പറഞ്ഞത്. ഇത് ഇപ്പോഴും ഈ നിമിഷം നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോഴും എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് ഉറപ്പല്ല, നിങ്ങളത് പരിശോധിച്ച് നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ തോന്നലല്ല ചോദിച്ചത്. നിങ്ങളുടെ തോന്നലല്ല.
നിങ്ങളത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ലിയാഖത്ത് കൾച്ചർ വെച്ചിട്ട് ലിയാഖത്ത് അലി ആ സ്ത്രീയെ എന്റെ കൾച്ചറിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? എനിക്ക് ഉറപ്പാണ്. ഡെയിലി ഡാഷ് എന്റെ കൾച്ചറിനെ കുറിച്ച് തെളിയിക്കാൻ ആ വോയിസ് കേട്ടതിന് ശേഷം തെളിഞ്ഞാൽ അപ്പൊ എനിക്കെതിരെ എന്റെ ഒരു കൾച്ചറിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെച്ച് എനിക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിച്ച് അതിന് പുറകെ തെളിവുണ്ടാക്കി നടക്കുന്ന സംഘമാണ് നിങ്ങൾ അല്ലെ? ഞാനൊരു കപട യുക്തിവാദിയല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളൊരു കപട വിശ്വാസിയാണ്, നിങ്ങളൊരു മുനാഫിക്കാണ്, നിങ്ങൾ മാന്യത നടിക്കുന്ന ഒരു ജിഹാദിയാണ്. കേവലമായ തീവ്രവാദ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾ കേവലം തീവ്രവാദിയാണ്. നിങ്ങൾ കേസ് കൊടുക്കും. നിങ്ങൾ തീവ്രവാദിയാണ്, നിങ്ങൾ ജിഹാദിയാണ്. നിങ്ങൾ ചെയ്യുന്ന ജിഹാദി പ്രവർത്തനമാണ്. നിങ്ങൾ ജിഹാദാണ് നടത്തുന്നത്. നിങ്ങൾ മാന്യത വിട്ടുള്ള ജിഹാദാണ് നടത്തുന്നത്. നിങ്ങൾ തീവ്രവാദ പ്രവർത്തനമാണ് നടത്തുന്നത്. അതുപോലെ തന്നെ ഞാനൊരു മതവിശ്വാസിയായി ഇരുന്നുകൊണ്ട് തന്നെ സംസാരിക്കുന്ന തീവ്രവാദിയാണ്, കേവല മതവിശ്വാസികൾ. മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു മാന്യത നിങ്ങൾ പാലിക്കുന്നില്ല. തീവ്രവാദം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പറയപ്പെടുന്ന നമുക്ക് കാണാം വരും ദിവസങ്ങളിൽ പൊതുസമൂഹം മനസ്സിലാക്കും. ഓക്കെ, വരും ദിവസങ്ങളിൽ പൊതുസമൂഹം മനസ്സിലാക്കും. ഞാൻ ഇന്ന് മുതൽ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്, ഇന്ന് മുതൽ അതിന് വേണ്ടി ലീവ് എടുക്കാൻ പോവാണ്. ലിയാഖത്ത് അലി സമൂഹത്തിലുണ്ടാക്കിയ വിഭാഗീയതയുടെയും തീവ്രവാദ പ്രവർത്തനത്തിന്റെയും ജീവിച്ചിരിക്കുന്ന ഇരയാണ് ഞാൻ ഇന്നലെ പരാമർശിച്ച ചെറുപ്പക്കാരൻ. അയാളുമായി സംസാരിക്കാൻ അത് നമ്മുടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ ഒരു കണ്ണൂരിലെ സത്താറുണ്ട്, അവന്റെ അനിയനായിക്കും. ആരും ആയിക്കോട്ടെ, നിങ്ങൾ പ്രചരിപ്പിച്ച നിങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയ വിഭാഗീയതയുടെ നമുക്ക് നോക്കാമേ. നമ്മൾ ആരെ എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പൊതുസമൂഹത്തിന് മുമ്പിൽ എന്റെ ശബ്ദം കേട്ടിട്ടോ ഈ സമൂഹത്തിൽ ഒരാളും ഒരു മനുഷ്യനെ വിഭാഗീയതയോടുകൂടി ഒരു മനുഷ്യനെ കുറിച്ച് ഇല്ലാത്ത നുണ പറയാൻ ഒരു ഉളുപ്പില്ലാത്ത നിന്നെ കുറിച്ചിട്ട് നീ തന്നെ നിങ്ങളെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് ആ വ്യക്തിയുമായി സംസാരിക്കാൻ തയ്യാറാവാത്തത്? മാന്യമായിട്ട് സംസാരിക്കൂലാത്തോണ്ട് തെറി പറയുന്നവരോട് സംസാരിക്കൂല. അത് പറഞ്ഞുതരാം കേട്ടോ കിണക്കോ. നിനക്ക് ചെവിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ എന്നെ അനുകൂലിക്കുന്നവരിലും പ്രതികൂലിക്കുന്നവരിലും മാന്യതയില്ലാതെ സംസാരിക്കുന്നവരോട് ഇടപഴകാറില്ല. ലിയാഖത്ത് ഞാനൊരു ചോദ്യം അവസാനമായി ചോദിക്കാം. എന്റെ ശത്രുവിലും മിത്രത്തിലും തെറി പറയുന്നവരെ വായിക്കാറില്ല. ലിയാഖത്ത് ഞാൻ അവസാനമായിട്ട് നിങ്ങളോട് ചോദിക്കാം. ഈ സമയം വരെ നിങ്ങൾക്ക് ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ ഇന്നലെ ഇന്നുമായിട്ട് ഞാനൊരു ചോദ്യം നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കുകയാണ്. സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുക, ഇന്നലെ വരെ സഹോദരനായി കണ്ട അല്ലെങ്കിൽ അയൽവാസിയായി കണ്ട അല്ലെങ്കിൽ അന്യമതസ്ഥനായി കണ്ട ഒരാളെ ഇന്നു മുതൽ മറ്റൊരു കണ്ണോടുകൂടി വെറുപ്പോടുകൂടി അതല്ലെങ്കിൽ ഈ പറയുന്ന വിദ്വേഷത്തോടു കൂടി മറ്റൊരുത്തനെ കാണേണ്ടി വരുന്ന വിധത്തിൽ ഒരാളുടെ ഉള്ളിലേക്ക് മറ്റൊരു തരത്തിലുള്ള പ്രത്യശാസ്ത്രം അല്ലെങ്കിൽ വെറുപ്പ് കുത്തിക്കയറ്റുക എന്ന് പറയുന്നതിനെയാണ് ഞാൻ തീവ്രവാദം എന്ന് മനസ്സിലാക്കിയത്. അത് മതത്തിന്റെ പേരിലാണ്, അത് മതത്തിന്റെ പേരിലാണ്, ജാതിയുടെ പേരിലാണെങ്കിൽ അല്ല ഞാൻ അതിനെയാണ് ഞാൻ വർഗീയത നോക്കുമ്പോൾ ചോദ്യം കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ തീവ്രവാദം എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് മതത്തിന്റെയോ ജാതീയതയോ നിറത്തിന്റെയോ ഒരു തൊഴിലിന്റെയോ പേരിൽ മറ്റൊരു വിഭാഗത്തെ വെറുക്കാനും ആ വെറുപ്പ് ഉൽപാദനം കൂടി അവനെ ഒരിടത്ത് വെച്ച് കണ്ടാൽ പോയി കൊന്നുകളയാനും ഭാഗത്തിലുള്ള ഒരു വെറുപ്പ് മറ്റൊരാളുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നതിനെയാണ് ഞാൻ തീവ്രവാദം എന്നും ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പഠിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോതകുറിശ്ശിയിലെ വീടുകളിൽ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരെ മറ്റൊരു ചിന്തയിൽ കാണാൻ തീവ്രവാദിയാണ് എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയും തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. അത് അംഗീകരിക്കും. പറയട്ടെ, കേട്ടോട്ടാ. അതായത് കുറെ സാധനങ്ങൾ, കുറെ നുണകൾ കുത്തി നിറച്ച് ലോഡ് ചെയ്തിട്ടുള്ള ഒരു നുണ ബോംബ് പൊട്ടിച്ചാൽ അത് കേൾക്കുന്ന ആളുകൾ അപ്പാടി വിഴുങ്ങുമെന്ന് വിചാരിക്കരുത്. ഇനി കേട്ടോ, ഒരാളുടെ വിശ്വാസത്തിന്റെയോ ആദർശത്തിന്റെയോ പേരിൽ ഒരാൾ ഒരു വിശ്വാസം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ വേറൊരു വിശ്വാസം സ്വീകരിക്കുകയോ ചെയ്തതിന്റെ പേരിൽ അയാളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കാനും അയാളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനും ബഹിഷ്കരിക്കാനും അയാൾ മരിച്ചാൽ അയാളുടെ മയ്യത്ത് പരിപാലനത്തിൽ പോലും ഈ മതസമൂഹം പങ്കെടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും വേണ്ടി യാതൊരു ബന്ധവും ഇല്ലാത്ത, ഒരു തരത്തിൽ മുൻപരിചയമില്ലാത്ത ആളുകൾ ഇറങ്ങി പുറപ്പെടുകയും സംഘടിക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ് തീവ്രവാദം. മതം എന്ന ഒറ്റ കാരണത്തിനെ മുൻനിർത്തി ഒരു മനുഷ്യനോട് ശത്രുത പ്രഖ്യാപിക്കുകയും ആ മനുഷ്യനെ ശാരീരികമായിട്ട് ഉന്മൂലനം ചെയ്യാൻ
ചാറില്ലാത്തത് കൊണ്ട് അയാളെ സമൂഹ മധ്യത്തിൽ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി നുണയാണെന്ന് ഉത്തമ ബോധ്യത്തോടുകൂടി നുണ ജിഹാദ് നടത്തുക, അതിനുവേണ്ടി സംഘടിക്കുക, അതിനുവേണ്ടി ഏജൻസി പണിയെടുക്കുക എന്നൊക്കെ പറയുന്നത് തീവ്രവാദ പ്രവർത്തനമാണ്. അത് താങ്കളാണ് ചെയ്യുന്നത്. ഇസ്ലാമാണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. താങ്കളാണ് ഇസ്ലാമിന് വേണ്ടി ആ തീവ്രവാദ പ്രവർത്തനം ഇപ്പൊ നടത്തിയിട്ടുള്ളത്. നമ്മുടെ രണ്ടുപേരിൽ ഞാനൊരു മനുഷ്യനെ എന്റെ കേട്ടോ മറുപടി കേൾക്കാനുള്ള പാങ്ങ് നിനക്കിടയിൽ കേൾക്ക്. നിന്റെ ഒന്നര മിനിറ്റ് ലോഡഡ് ക്വസ്റ്റ്യൻ ഞാൻ കേട്ടിട്ടാണ് മറുപടി പറയുന്നത്. കേട്ടോ, കണക്ട് ചെയ്യേ. കോതകുർശിയിലെ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് വിളിക്കേ. ഫോണിലെടുക്ക്, നമുക്ക് സംസാരിക്കാലോ. ഫോണിലെടുക്ക്. കണക്ട് ചെയ്യടോ, കണക്ട് ചെയ്യേ. ലൈനിലെടുക്ക്. ലൈനിലെടുക്ക്. ഇപ്പൊ ലൈനിലെടുക്ക്. എനിക്ക് തയ്യാറെടുപ്പൊന്നും വേണ്ട. എനിക്ക് തയ്യാറെടുപ്പൊന്നും വേണ്ട. നീ ഇതുപോലത്തെ വൃത്തികേടും വിവരക്കേടും നുണയും. ഇനി എന്താ തീവ്രവാദം ഞാൻ പറഞ്ഞുതരാം. തീവ്രവാദം എന്താന്ന് കേട്ടോ. തീവ്രവാദം ഇനിയും കേട്ടോ. ഒരു മനുഷ്യൻ അയാളുടെ മതം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നുകളയണം എന്ന് വിചാരിക്കുന്നത് തീവ്രവാദമാണ്. ഒരു മനുഷ്യൻ അയാളുടെ വിശ്വാസം മാറിയാൽ അയാളെ വകവരുത്തണം എന്ന് തീരുമാനിക്കുന്നത് തീവ്രവാദമാണ്. അയാളെ കുടുംബത്തിൽ നിന്ന് ബഹിഷ്കരിച്ച് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിക്കണം എന്ന് പറയുന്നത് തീവ്രവാദമാണ്. അതിനൊന്നും കഴിയാത്ത ഭീരുക്കൾ, ശേഷിയില്ലാത്തവർ, അവർ തീവ്രവാദ പ്രവർത്തനമായിട്ട് ഉപയോഗിക്കുന്നത് ആളുകളെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി നുണപ്രചാരണം നടത്തുകയും ആളെ എങ്ങനെയെങ്കിലും സമൂഹത്തിൽ പൊതുമധ്യത്തിൽ താറടിച്ചു കാണിക്കാൻ ഏതറ്റം വരെയും പോയി നുണ പറയാം എന്നതാണ് നിങ്ങൾ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനം. അത്തരം എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെയും കാണിശമായിട്ടുള്ള നിലപാടുമായിട്ട് ലിയാഖത്ത് ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളെ കൊണ്ടാവുന്നത് ചെയ്യ് എന്ന് മാത്രമാണ് പറയുന്നത്. റേഡിയോ തുറന്നതുപോലെ ഈ വിഷയങ്ങൾ പറഞ്ഞു. എനിക്ക് ഈ വിഷയങ്ങളിൽ നീ ചോദിച്ചതിനുള്ള മറുപടി പറയുമ്പോൾ നീ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ റേഡിയോ എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? നിനക്ക് മറുപടി ഉത്തരം ചോദിച്ചതിന് മറുപടി പറയാൻ, ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയുന്ന ആർജവം നിനക്കില്ല. ഉത്തരം നീ ചോദ്യം ചോദിക്കുമ്പോ ആ ചോദ്യം വിശദീകരിച്ച് പറഞ്ഞതിന് ശേഷം അതിന് ഉത്തരം പറയുമ്പോൾ അത് കേൾക്കാനുള്ള താങ്ങ് നിനക്കില്ല. അല്ല, ലിയാഖത്ത് പറഞ്ഞു നിങ്ങളാണ് തീവ്രവാദം. നിങ്ങൾ തീവ്രവാദിയാണ്. ഡെയിലി ഡാഷ് എന്ന് പറയുന്ന ഹസൻ തീവ്രവാദിയാണ്, തീവ്രവാദ പ്രവർത്തനമാണ് നടത്തുന്നത്. അത് ഞാൻ തെളിയിച്ചു തരാം, നിയമത്തിന് മുമ്പ് തെളിയിച്ചു തരാം. കുറച്ച് വെയിറ്റ് ചെയ്യേ. തീവ്രവാദ പ്രവർത്തനം എന്താണെന്നും അതെങ്ങനെ ഞങ്ങൾ ചെയ്തതെന്നും നിയമപരമായി നാട്ടുകാരുടെ മുമ്പിൽ തെളിയിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്നോ. ദിവസം എണ്ണിക്കോ. തീവ്രവാദത്തിന്റെ സ്വന്തമായ ഒരു ഡെഫിനിഷനുമായി വന്ന ലിയാഖത്ത് അലി ഈ ചെറുപ്പക്കാരോട് ചെയ്തത് എന്താണ്? ഏത് ചെറുപ്പക്കാരൻ? കണ്ണൂരിലെ സത്താറിന്റെ അളിയനല്ലേ? വിളിക്കല്ലെങ്കിൽ ചെറുപ്പക്കാരനെ കോതകുറിശിയോ കോത്താഴമോ എന്താവട്ടെ വിളിക്ക്. ലൈനിലെടുക്ക് സുഹൃത്തെ. നീ ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആളുമായിട്ട് കണക്ട് ചെയ്യേ. നുണകൾ സൃഷ്ടിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച്, നുണകൾ സൃഷ്ടിക്കുന്നവനെ സംബന്ധിച്ച് നോക്കൂ. അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ സമയവും കൂടി പരിഗണിച്ചിട്ട് അതെന്നല്ലേ നിന്നോട് പറഞ്ഞല്ലേ. പിന്നെ നീ കോതകുറിശി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നീ ഇപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞതിന് ആദ്യം തെളിവുണ്ടാക്ക്. നീ ഇപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞ അത്രയും കാര്യങ്ങൾക്ക് തെളിവുണ്ടാക്ക്. നുണ പറയാൻ വേണ്ടി നീ നടത്തിയിട്ടുള്ള ഗ്രൂപ്പിസത്തിന്റെ പരിപാടി എന്താണ്? എന്നോട് തെളിവ് ചോദിച്ചു വന്നത് ഇന്നലെ പറഞ്ഞ വിഷയത്തിനാണ് ഞാൻ നിങ്ങളടുത്ത് തെളിവ് ചോദിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ സമയവും കൂടി ചോദിച്ച് അദ്ദേഹത്തിനൂടെ പറ്റുന്ന ഒരു സമയം റെഡിയാക്കി അദ്ദേഹം പറഞ്ഞാൽ ഞാൻ ആ വിവരം ലിയാഖത്തിനെ അറിയിച്ചാൽ ലിയാഖത്ത് അദ്ദേഹത്തിനോടൊപ്പം സംസാരിക്കാൻ തയ്യാറാകുമോ? അയാൾ മാത്രം പോരാ, അയാൾക്കെതിരെ അയാളോട് ഇങ്ങനെ പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഹിന്ദു സഹോദരനുണ്ടല്ലോ, അയാളും വേണം. അത് ആദ്യം ലിയാഖത്ത് അത് വേണം. അയാൾ 3 പേർ കൂടി നമുക്ക് ഒരുമിച്ച് സംസാരിക്കാന്നേ. 3 പേർ കൂടി നിങ്ങൾക്ക് എന്താ പേടിയുണ്ടോ? നിങ്ങളെ പോലെയുള്ള ആളുകൾ, ഞാൻ പറയട്ടെ, അയാളോട് ഒരു ഹിന്ദു സഹോദരൻ സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അല്ലേ? ഈ 3 വ്യക്തികളല്ലേ ഇതിനകത്തുള്ളത്? ഞാനും ആ ഹിന്ദു സഹോദരനും ആ മുസ്ലിം സഹോദരനും അല്ലേ? അങ്ങനെ ഒരു ഹിന്ദു സഹോദരൻ ഉണ്ടാവണ്ടേ? അങ്ങനത്തെ ഒരു ഹിന്ദു സഹോദരൻ ആദ്യം വേണ്ടേ? അതല്ലേ ഞാൻ പറഞ്ഞത്. ലിയാഖത്ത് അയാളെ വിളിച്ചിട്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന ഹിന്ദു സഹോദരനുമായി സംസാരിച്ചത് ഞാൻ പറയാം. വെയിറ്റ് ചെയ്യൂ. നിങ്ങൾ നോക്കൂ. എന്താ അറിയോ, എന്റെ മുന്നിൽ നിങ്ങളുടെ ഒരു നുണയുടെ പരിപ്പും വേവൂല. എല്ലാ നുണയുടെയും അടിവേരറുത്തിട്ടേ കേറൂ ലിയാഖത്ത്. ഞാൻ ഇന്നലെ മുതൽ ലീവിലേക്ക് പോവാണ്.
നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. നമുക്ക് കളികൾ നല്ല രസകരമായിട്ട് പോവാം, കുറച്ച് ആവേശകരമായിട്ട് പോവാം. ഒരു ഭാഗത്ത് മതം നോക്കി മനുഷ്യനെ വകവരുത്തിയ തീവ്രവാദികൾക്കെതിരെ അവിടെ ഒരു ഭാഗത്ത് അടിയുണ്ട്. ഇവിടെ അതിനൊന്നും ധൈര്യമില്ലാത്ത ഈ അഴുക്കുചാലുകളിൽ അഭയം തേടിയ ജിഹാദികൾക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ചെറിയ ചില സ്ട്രൈക്കുകൾ നടത്തുന്നുണ്ട്. വെയിറ്റ് ചെയ്യൂ, എല്ലാം ഇനി നിങ്ങൾ കേട്ടോ. ഇനി പാലക്കാട് എന്ത് സ്ഥലമാണ് നിങ്ങൾ പറഞ്ഞത്? എന്താ സ്ഥലം? കോത്തായല്ലോ, എന്തായിരുന്നു? കോത്താഴം എന്ന് പറയുന്നത് ലിയാഖത്തിന്റെ സ്ഥലം. എന്തായിരുന്നു നിങ്ങൾ എന്തോ സ്ഥലപ്പേര് പറഞ്ഞല്ലോ, എന്തായിരുന്നു? കോതകുറിശി. കോതകുറിശിയിലുള്ള ആ സഹോദരനോട് എന്റെ വീഡിയോ കണ്ടതിന് ശേഷം വെറുപ്പ് പ്രകടിപ്പിച്ച ഹിന്ദു സഹോദരൻ ഉണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. ആ ഹിന്ദു സഹോദരനെയും ഈ വെറുപ്പിന് വിധേയനായ മുസ്ലിം സഹോദരനെയും ഒരുമിച്ച് കാണാൻ അല്ലെങ്കിൽ നേരിട്ടോ ഫോണിലോ സംസാരിക്കാൻ എപ്പോഴാണ് നിങ്ങൾ സമയം കുറിക്കുന്നത്? പറയൂ. അതെ, ഇത് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതാണ്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടതാണ്. അല്ലെ ലിയാഖത്തലി, ഞാൻ ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ഈ പറയുന്ന ലിയാഖത്തലി എന്നെ വിളിച്ചുവെന്നും നിങ്ങളുടെ കൂട്ടത്തിൽ ഈ സെപ്റ്റി ടാങ്കിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ആളുടെ വാക്കല്ല എനിക്ക് കേൾക്കേണ്ടത്. ഇയാൾ ആരോപണം ഉന്നയിക്കുന്ന ഹിന്ദു സഹോദരനെ വേണം. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഈ ചെറുപ്പക്കാരനും ഞാനും തമ്മിൽ ഈ വിഷയം സംസാരിച്ചതിന് ശേഷം ഈ ചെറുപ്പക്കാരന്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ തമ്മിൽ മൂന്ന് പേര് നിനക്ക് എത്ര സമയം വേണം? ഈ പറയുന്ന എന്റെ പ്രസംഗം കേട്ട് മുസ്ലിങ്ങളോട് വെറുപ്പ് പ്രകടിപ്പിച്ച ആ ഹിന്ദു സഹോദരനെയും ആ വെറുപ്പിന് വിധേയനായ മുസ്ലിം സഹോദരനെയും ഒരുമിച്ച് കാണാൻ ഒരു അവസരം ഒരുക്കാൻ നിനക്ക് എത്ര സമയം വേണം? ലിയാഖത്തലിയുടെ സംസാരം കേട്ടിട്ട്, വാക്കുകൾ കേട്ടിട്ട്. ആയിക്കോട്ടെ, അങ്ങനെ മുസ്ലിങ്ങളോട് വെറുപ്പ് തോന്നി മുസ്ലിമിനോട് വെറുപ്പ് പ്രകടിപ്പിച്ച ആ ഹിന്ദു സഹോദരനെയും ആ വെറുപ്പിന് പാത്രമായ മുസ്ലിം സഹോദരനെയും ഒരുമിച്ച് കാണാൻ അതിനുള്ള അവസരം ഒരുക്കാൻ നിനക്ക് എത്ര സമയമാണ്? ഒരുമിച്ച് കാണാൻ നിങ്ങൾക്ക് അതിനുള്ള അവസരം ഒരുക്കാൻ ഞാൻ ഈ ചെറുപ്പക്കാരനുമായി ആദ്യം എത്ര സമയം വേണം? ലിയാഖത്തലിക്ക് വരിക. അത് എത്ര സമയം വേണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിനോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് താങ്കളെ ആ സമയം അറിയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പ്രൊഫഷണൽ നുണയനാണെന്ന് പോലും പറയാൻ പറ്റില്ല. നുണ പറയുമ്പോൾ പോലും നിങ്ങൾക്ക് അത് അതിന്റെ ഭയമുണ്ട് ലിയാഖത്തലി. അങ്ങനെ ഒരാൾ വന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന ഭയമാണ് നിങ്ങൾക്ക്. കൊണ്ടുവരൂ സുഹൃത്തെ, കൊണ്ടുവരൂ. എത്ര ദിവസം വേണം? പറയൂ. അദ്ദേഹത്തിനോട് സമയം ചോദിക്കില്ല. ഇങ്ങനെ ഒരു സംഭവത്തിൽ നിങ്ങൾ അദ്ദേഹത്തോട് സമയം ചോദിച്ചിട്ട് ആ വിവരം എന്നെ അപ്ഡേറ്റ് ചെയ്യാൻ എത്ര സമയം വേണം? നിങ്ങളോട് ഞാൻ വീണ്ടും ചോദിക്കുന്നു, നിങ്ങളുടെ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങൾ എന്റെ വാട്സപ്പ് ഒന്നും വേണ്ട, നിങ്ങൾ എന്നെ ഫോണിൽ വിളിക്കൂ. എന്താ നിങ്ങൾ ബുദ്ധിമുട്ട്? അതെ, ഓക്കെ. അതെ, നിങ്ങൾ ഇത് പറയുന്നില്ലല്ലോ. എന്നെ ഫോണിൽ വിളിക്കൂ ഇപ്പോഴാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ നിങ്ങളെ അങ്ങോട്ട് ഫോണിൽ, ഞാൻ നിങ്ങളെ വാട്സപ്പിലാണോ വിളിക്കുന്നത്? അതെ ഞാൻ പറഞ്ഞത്. നമുക്കിപ്പോ എപ്പോഴും ഒരാളെ വിളിക്കുക എന്ന് പറഞ്ഞാൽ പലരുടെയും പല തിരക്കുകളും സമയങ്ങളും വിളിക്കൂ. ഞാൻ നിങ്ങളുടെ നമ്പർ ഇതുവരെ സേവ് ചെയ്തില്ല, ഇപ്പൊ സേവ് ചെയ്യാം. ഓക്കെ, ഞാൻ നിങ്ങൾ സേവ് ചെയ്തിട്ടില്ല, ഇപ്പൊ ഞാൻ സേവ് ചെയ്യാം. നിങ്ങൾ ഈ പറഞ്ഞ മുസ്ലിം സഹോദരനോട് സംസാരിച്ച് ആ ഹിന്ദു സഹോദരനോടും സംസാരിച്ചതിന് ശേഷം അവർക്ക് രണ്ടുപേർക്കും കൂടിയും എനിക്ക് ഒരുമിച്ച് കാണാനുള്ള ഒരവസരത്തിന് വേണ്ടി തയ്യാറാവാൻ അയാളോട് പെർമിഷൻ ചോദിച്ച അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? പരിപാടി സംഘടിപ്പിക്കാനല്ല, ഈ ഒരു അവസരം സംഘടിപ്പിക്കുന്നില്ല. ഈ ഫോൺ കോൾ അവസാനിച്ച് അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്. പറ്റുമെങ്കിൽ ഇന്ന് രാത്രി 9 മണിക്ക് മുമ്പ്. അതാണ് ഡെഡ് ലൈൻ. അങ്ങനെയാണ് ഡെഡ് ലൈൻ പറയാം. ഇനി അപ്പൊ നിങ്ങൾ ഇന്ന് രാത്രി 9 മണിക്ക് മുമ്പ് കോതകുറിശിയിലെ സഹോദരനുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഒരു സംഭവം നടക്കുമോ ഇല്ലയോ, അതായത് നമുക്ക് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചക്ക് അവസരം ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ അന്വേഷിച്ച് എന്നോട് പറയും ഇന്ന് രാത്രി 9 മണിക്ക് മുമ്പ്. ശരി. അപ്പൊ ഇനി നിങ്ങൾ നോക്കൂ, ഇങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത്. ഇങ്ങനെ നിങ്ങൾ പറയുക. ഇതേ രീതിയിൽ നിങ്ങൾ എന്നോട് പറയൂ. നിങ്ങൾ എന്നെ കുറിച്ച് ഇന്ന് പറഞ്ഞ നുണ പരിശോധിച്ച് അതിന്റെ തെളിവ് ബോധ്യപ്പെട്ട് ആളുകളെ ബോധ്യപ്പെടുത്താനോ അല്ല അത് നിങ്ങൾക്ക് തെറ്റിപ്പോയതാണെങ്കിൽ അത് തിരുത്തി നിങ്ങൾ വീഡിയോ ചെയ്യാനോ നിങ്ങൾ ആ കാര്യം എന്നെ വിളിച്ചു പറയാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ സമയം പറയൂ. ഇതിപ്പോ ഇത് നിങ്ങൾക്ക് 9 മണിക്ക് പറ്റുമല്ലോ. ഇനി പറയൂ, നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞ നുണ, എന്നെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ വ്യക്തിപരമായിട്ട് നിങ്ങൾ പറഞ്ഞ നുണ പരിശോധിക്കാൻ എത്ര സമയം വേണം? ലിയാഖത്തലി, ഞാൻ നിലവിൽ വീട്ടിലില്ല. എനിക്ക് വീട്ടിൽ എന്നെ കുറിച്ച് പറഞ്ഞ നുണ നിങ്ങൾക്കത് പരിശോധിച്ചിട്ട് നാളെ ചെയ്താൽ പോലെ വീഡിയോ. നിങ്ങൾ ഇന്ന് പരിശോധിച്ചതിന് ശേഷം നാളെ ചെയ്താൽ പോലെ വീഡിയോ. എന്തിനാണ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് മുമ്പിൽ ഇങ്ങനെ നാറാൻ നിൽക്കുന്നത്?
ലിയാഖത്തലി എനിക്ക് ആ വോയിസ് ഒന്ന് കേൾക്കണ്ട. അത് കേട്ട് അത് കേട്ടിട്ടല്ലേ എടോ ജന്തുവെ വീഡിയോ ചെയ്യേണ്ടത് നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാനത് അതിൽ നാളെ എന്നൊരു ദിവസത്തിൽ 24 മണിക്കൂറിന്റെ ടൈം പറയും. നാളെ ഇത്ര മണിക്ക്. നാളെ ഒരു ദിവസം എന്ന് പറഞ്ഞാല് നാളെ ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആവുന്നതിന് മുമ്പ് അതായത് നാളെ വൈകുന്നേരം, നാളെ ഉച്ച കഴിഞ്ഞ് 2:20 മുമ്പ് നിങ്ങൾ ഒന്നുകിൽ ഞാൻ ആ പറഞ്ഞ ഭാഗം നിങ്ങൾ തെളിവ് പുറത്തുവിടും, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ക്ഷമാപണം നടത്തിയിട്ട് വീഡിയോ പിൻവലിച്ച് മാപ്പ് പറയും അല്ലെ? അങ്ങനെയില്ല. ആര് പറഞ്ഞ വീഡിയോ പിൻവലിക്കുമെന്ന്? പിന്നെ പറഞ്ഞ നുണ അവിടെ വെക്കും. പറഞ്ഞ നുണ അവിടെ വെക്കും അല്ലെ? പറഞ്ഞ ഭാഗം നിങ്ങൾ പറഞ്ഞ ആ ഭാഗം തെറ്റിദ്ധാരണാജനകമായതുകൊണ്ട് ഞാൻ ലിയാഖത്തലിയോട് ഖേദം പ്രകടിപ്പിക്കില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ നുണ അവിടെ നിലനിർത്തിക്കൊണ്ട് ഖേദം പ്രകടിപ്പിക്കും, അങ്ങനെയല്ലേ? ഞാനത് അവിടെ നിങ്ങൾ പറഞ്ഞ നുണ അവിടെ നിലനിർത്തിക്കൊണ്ട് ഖേദം പ്രകടിപ്പിക്കുമെന്നാണോ? അതിനെന്താ പ്രശ്നം? സാധാരണ നിലയിൽ ഈ രീതിയിൽ എന്തെങ്കിലും ഒരാളെ കുറിച്ച് തെറ്റിദ്ധാരണ വരുമ്പോൾ അങ്ങനെ ക്ഷമ പറയാന്നുള്ളത് സാധാരണ നിലയിൽ എല്ലാം പറഞ്ഞ നുണ അവിടെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ ഖേദപ്രകടനം നടത്തും അല്ലെ? അത് കേൾക്കുന്നവരായിരിക്കും തീരുമാനിക്കുക, അവർക്കറിയാം. ഞാൻ പറഞ്ഞു ആ വിഷയത്തിൽ അതായത് നിങ്ങൾ തികഞ്ഞ തീവ്രവാദി, നിങ്ങൾ ഭീരുവായ തീവ്രവാദിയാണ്, പൊട്ടിത്തെറിക്കാൻ പേടിയുള്ള തീവ്രവാദിയാണ്, വാളെടുക്കാനും തോക്കെടുക്കാനും ഭയമുള്ള ഭീരുവായ തീവ്രവാദിയാണ് നിങ്ങൾ. നിങ്ങൾ എങ്ങനെയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ കാണൂ. കാത്തിരിക്കൂ. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് കാണാം. എന്തായാലും നിങ്ങൾ ഒരു ഭാഗത്തെങ്കിലും നിങ്ങൾ ആർജവം കാണിച്ചതിന് നന്ദി. രാത്രി 9 മണിക്ക് മുമ്പ് നിങ്ങൾ വിളിക്കൂ, ഞാൻ കാത്തിരിക്കും. ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ പറയുന്ന ഈ നുണ അവിടെ നിലനിർത്തുമെന്ന്. കഴിഞ്ഞ വർഷം ലിയാഖത്തലി നടത്തിയ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ വിദ്വേഷ പരാമർശങ്ങളിൽ ഇന്ന് ലിയാഖത്തലി പിന്നെ ക്ഷേത്രം പ്രകടിപ്പിക്കാനും അത് അവിടെ തന്നെ നിലനിൽക്കുമല്ലോ. അത് അവിടെ തന്നെ നിലനിൽക്കുമല്ലോ. ഇന്ന് രാത്രി 9 മണിയൊന്നും ലിയാഖത്തലി എത്രണ്ണം കാണിക്കണം? ഒന്നല്ല, എത്രണ്ണം വേണം? അതല്ല ഞാൻ പറഞ്ഞത്. ഒരാളിവിടെ ജീവനോട് ഇരിപ്പുണ്ട്. നിങ്ങൾ നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ വിദ്വേഷ പരാമർശങ്ങൾ ഒരു മുസൽമാൻ ഒരു വഴിയിൽ വെച്ച് കണ്ടാൽ പോയി വെട്ടിക്കൊല്ലാൻ ഭാഗത്തിൽ വെറുപ്പ് നിറച്ച ഒരു വിഭാഗത്തിന്റെ ജീവിക്കുന്ന ഇരയായി അതിർത്തി കടന്നു വന്ന് നിഷ്കളങ്കരായ മനുഷ്യരെ അവരെ ബന്ധുക്കളുടെ മുന്നിൽ നിർത്തി ഷഹാദത്ത് കലിമ ചോദിച്ച് കൊലപ്പെടുത്തിയവന്റെ മതം ഇസ്ലാമാണ്. മനസ്സിലായോ? അവനെ കലിമ ചൊല്ലാൻ പറഞ്ഞിട്ട് അവനെ കൊലപ്പെടുത്തിയവന്റെ മതം ഇസ്ലാമാണ്. ആ മതത്തിന്റെ പ്രതിനിധിയാണ് താങ്കൾ. അതിനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ഇവിടെ കിടന്ന് വൃത്തികേടും നുണയും പറഞ്ഞിട്ട് അഭിരമിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളൊരു ഭീരുവായ ജിഹാദി മാത്രമാണ്. അതിന്റെ ഫ്രസ്ട്രേഷൻ ലിയാഖത്തലി തീർത്തത് ഇതുപോലെയുള്ള സാധുക്കളുടെ മേലിലാണ്. ലിയാഖത്തലിയെ മതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ ലിയാഖത്തലിയുടെ വീട്ടുകാർ പുറത്താക്കിയതിന്റെ ആ ഫ്രസ്ട്രേഷൻ നിങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ നടത്തുന്നതിനായി അനുഭവിക്കുന്ന ഒരുപക്ഷെ 100 കണക്കിന് ആളുകളുണ്ടാവും. അതിൽ ഒരാളെ നേരിട്ട് അറിയാവുന്ന ഒരാളെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നതാണല്ലോ. വിതച്ചതേ കൊയ്യൂ. സമാധാനം ഉണ്ടാവട്ടെ. രാത്രി 9 മണിക്ക് വിളിക്ക്. ബാക്കി നമുക്ക് ആ വഴിക്ക് പോകാതെ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും മുസ്ലിങ്ങളുടെ പുറകെ നടന്ന് ഇല്ലാത്ത അസംബന്ധങ്ങളും അവരുടെ പ്രവാചകരെയും അവരുടെ ഭാര്യമാരെയും അവരുടെ പെൺമക്കളെയും ഇന്ന് മുസ്ലിങ്ങളായി ജീവിച്ചിരിക്കുന്ന കുഞ്ഞു പെൺമക്കൾ വരെ അവരവരുടെ ചോയ്സായി ഉപയോഗിക്കുന്ന മഫ്ത അല്ലെങ്കിൽ ഹിജാബിനെയൊക്കെ അപ്പിക്കുപ്പായം എന്ന വൃത്തികെട്ട ഭാഷയിൽ നിങ്ങളുടെ ഉമ്മ പോലും ഉപയോഗിക്കുന്ന മഫ്തയെ അല്ലെങ്കിൽ ഹിജാബിനെ അപ്പിക്കുപ്പായം നിങ്ങൾ നിങ്ങൾ ആരിഫ് ഹുസൈനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ? നിങ്ങളല്ലേ പരസ്യമായിട്ട് ആരിഫ് ഹുസൈന് സംവാദത്തിന് ലിയാഖത്തലി ആരിഫ് ഹുസൈൻ ലിയാഖത്തെ ആരിഫ് ഹുസൈൻ പരസ്യമായി വെല്ലുവിളിച്ചില്ലേ ബാസിലിനെ കൂട്ടരെ? ഒന്നെങ്കിൽ എന്റെ മടയിൽ അല്ലെങ്കിൽ ലിയാഖത്തിന്റെ മടയിൽ. അവൻ എന്താണ് ലിയാഖത്തിലേക്ക് പിന്നെ ആൾക്കാരെ കൊണ്ട് കൊടുക്കുന്ന പണിയാണോ? അപ്പൊ നിങ്ങൾക്ക് ഒരേ നാണയത്തിന്റെ ഒരു വശങ്ങളാണ്. ഞാൻ
ഞാൻ ആരാണെന്ന് നാട്ടുകാർക്ക് അറിയാം. അതിനൊരു അപവാദം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണല്ലോ ഇപ്പൊ നിങ്ങൾ രണ്ടാളും അപരാധിക്കാൻ നടന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യും, നമുക്ക് നോക്കാം. നിങ്ങൾ ഇങ്ങനെ കിടന്ന് നിലവിളിക്കല്ലേ. ഞാൻ വടി വെട്ടാൻ എഴുന്നേറ്റിട്ട് പോലും ഇല്ലല്ലോ. നിങ്ങൾ നിലവിളിക്കല്ലേ, ഞാൻ വടി വെട്ടാൻ എഴുന്നേറ്റിട്ട് പോലും ഇല്ല. നാളെ മുതൽ ഇരിക്കുന്നുള്ളൂ, ഇന്ന് സമയമില്ല. നാളെ മുതൽ നമ്മൾ ഇരിക്കുള്ളൂ. അത് അംഗീകരിക്കാൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മടി? പറഞ്ഞുതരാം. എല്ലാത്തിനും ഉത്തരം പൊതുസമൂഹത്തിന് മുന്നിൽ കിട്ടും. മനസ്സിലായോ? എല്ലാത്തിനും ഉത്തരം കിട്ടും. ആദ്യം പറഞ്ഞ വാക്കുകൾ ചെയ്ത് കാണിക്കുക. ആദ്യം ഇപ്പൊ നീ പറഞ്ഞ വാക്കുകൾ ചെയ്ത് കാണിക്കുക, ബാക്കി നമുക്ക് സംസാരിക്കാം. നടത്തിയ വിഭാഗീയ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരെണ്ണം പറയും. ഞാൻ എന്റെ കയ്യിൽ ജീവിച്ചിരിക്കുന്ന ഇരവിടുണ്ട്. ഇന്ന് രാത്രിയിൽ 9 മണിക്ക് അദ്ദേഹവുമായി സംസാരിച്ചു. പക്ഷെ ഇപ്പോഴും ലിയാഖത്ത് വിചാരിക്കുന്നു ഇത് കെട്ടുകഥയാണെന്ന്. ലിയാഖത്ത് അലി നിങ്ങളുടെ മുമ്പില് നിങ്ങൾ മറുപടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു സെപ്റ്റി ടാങ്ക് വണ്ടിയിൽ കയറ്റി കൊണ്ടു നടന്ന് മലം വാരി വിതറുന്ന നീ ഇര അല്ലെ? അതിനുവേണ്ടി പണപ്പിരിവ് നടത്തുകയും ഓർഗനൈസ് ചെയ്യുകയും ഏജൻസി പണിയെടുക്കുകയും ചെയ്യുന്ന നീ ഇര അല്ലെ? എന്റെ ഇരവാദം നീ മടക്കി 8 മടക്കി മണിക്കൂറിന് താഴെ വെക്കും. നമുക്ക് എന്തായാലും 9 മണിക്ക് നീ ആ ഇരയെ കൊണ്ട് വിളിപ്പിക്കും. അപ്പൊ ലിയാഖത്ത് ഇസ്ലാമതം ഉപേക്ഷിച്ചത് ലിയാഖത്ത് അലിയുടെ ഉമ്മ അറിഞ്ഞതോട് കൂടിയിട്ടാണ് ലിയാഖത്തിന് അത് വലിയ പ്രയാസമായി പോയത്. അതല്ല എങ്കിൽ ആളുകളെ കുറിച്ച് അപവാദം പറഞ്ഞ അതിൽ അനുഭവിക്കുന്ന നിന്നെ പോലെയുള്ള മാലിന്യങ്ങൾക്ക് എന്താ പോലെയുള്ള തീവ്ര ചിന്താഗതിയുള്ള വിഭാഗീയ പ്രവർത്തകരെ തുറന്നു കാണിക്കാൻ എന്റെ പൊന്നു. ഞാനൊക്കെ തീവ്ര ചിന്താഗതിയിൽ വന്നെങ്കിൽ 2 കാലിൽ ഇത്ര നേരം നമ്മൾ സംസാരിച്ച വിഷയങ്ങൾ പലതരത്തിലുള്ള അഭിപ്രായ ഈ 2 സംഭാഷണത്തിന്റെ പൂർണ്ണ രൂപം പുറത്തുവിടും. അത് തീർച്ചയായും പുറത്തുവിടും. ഞാൻ അവസാനമായി നിനക്കില്ലാത്ത എനിക്കുണ്ട്. മനസ്സിലായി? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അറിഞ്ഞുകൊണ്ട് നുണ പറയുന്ന ആളല്ല. സഹോദരനായ സ്വതക്കത്തുള്ള അടുത്ത് ചോദിച്ചപ്പോൾ കിട്ടാതെ പോയൊരു മറുപടി നേരത്തെ ലിയാഖത്ത് അലിയോട് ചോദിക്കാൻ. ലിയാഖത്ത് അലി വിധിയുടെ ഭാഗമായി നാളെ മരണപ്പെട്ട അല്ലെങ്കിൽ ഇന്ന് ഈ നിമിഷം ഞാൻ എന്റെ ഡെഡ് ബോഡി നിന്റെ അഡ്രസ് തരുവാണെങ്കിൽ നിനക്ക് അയച്ചു തരാം. നീ അത് നിനക്ക് ജീവിച്ചിരിക്കുമ്പോ പറഞ്ഞുതരാം കേട്ടോ. മരിച്ചതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നതെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. എന്റെ ഡെഡ് ബോഡി എന്ത് ചെയ്യണമെന്നല്ലേ? ലിയാഖത്ത് നീ ഈ സമുദായത്തെ ബുദ്ധിമുട്ടിക്കരുത്. ഡെഡ് ബോഡി എന്ത് ചെയ്യണമെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വെയിറ്റ് ചെയ്യേ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ് തരുവാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന സംസാരിക്കുന്ന ബോധമുള്ള കാലത്ത് എന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രതിരോധം തീർക്കാൻ അല്ലെങ്കിൽ അതിന്റെ പക തീർക്കാൻ വേണ്ടി എന്റെ ഡെഡ് ബോഡി ഞാൻ നിങ്ങൾക്ക് പാഴ്സലായിട്ട് അയച്ചു തരാൻ ഏർപ്പാട് ചെയ്യാം. അതിൽ പണ്ട് മുഹമ്മദ് ബദറിൽ കൊന്നു തള്ളിയ മനുഷ്യരെ അംഗവിച്ഛേദം ചെയ്തിട്ട് ഡെഡ് ബോഡികൾ ഛിന്ന ഭിന്നമാക്കിയതിനു ശേഷം പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചിട്ടതിന് ശേഷം ആ പൊട്ടക്കിണറ്റിലെ മൃതദേഹങ്ങളെ നോക്കി ആക്രോശിച്ചതുപോലെ നിങ്ങൾക്ക് ആക്രോശിച്ച് സായുജ്യമടയാം. നിങ്ങൾ അഡ്രസ് തന്നാൽ ഞാൻ അങ്ങനെ ബദറിൽ കൊന്നു തള്ളിയ ഈ മുഹമ്മദ് നബിയെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആ ഉമ്മയുടെ ഉദരത്തിൽ പിറന്നതിൽ ലജ്ജയുണ്ടോ? ഇല്ല. ആ വാപ്പയ്ക്ക് ജനിച്ചതിൽ ലജ്ജയുണ്ടോ? ഇല്ല. ഞാൻ അഭിമാനിക്കുന്നു എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെയും കാര്യം ഓർത്തിട്ട്. കാരണം നിന്നെ പോലെയുള്ള മാലിന്യങ്ങൾ അതിനകത്ത് വന്ന് ജനിച്ചിട്ടില്ല. മനുഷ്യരാശിക്ക് തന്നെ ആപത്താണെന്ന് നിങ്ങൾ പറയുന്ന മുഹമ്മദ് നബിയുടെ വിഷയം മാറ്റി പോലെ എന്റെ ഡെഡ് ബോഡിയുടെ കാര്യത്തിൽ എനിക്ക് തൃപ്തിയാണോ? എന്റെ ഡെഡ് ബോഡിയുടെ കാര്യത്തിൽ ഇപ്പൊ താരതയോ? ഇതൊക്കെ ഈ മദ്രസയിൽ പഠിച്ചിറങ്ങിയിട്ട് പേടിച്ചു വരുന്ന കുട്ടികളോട് പോയി പറയാൻ. അല്ല, ഈ ഡെഡ് ബോഡി ഇങ്ങനെ ചെയ്യുന്നതിൽ നിനക്ക് വിരോധമൊന്നുമില്ലല്ലോ. അങ്ങനെ ചെയ്തൂടെ? അല്ല ലിയാഖത്തെ, ഇത്തരത്തിൽ മനുഷ്യരാശിക്ക് തന്നെ അപകടമെന്ന് നിങ്ങൾ നീ പറഞ്ഞ പോയിന്റിന് മറുപടി പറയടോ. നീ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയണോ? അത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ വേണ്ടേ? നിങ്ങൾക്കത് വേണോ വേണ്ടേ? നിങ്ങൾക്കത് വേണോ വേണ്ടേ? കൃത്യമായൊരു നിലപാട് വേണോ വേണ്ടേ? ഒന്നുകിൽ ഓക്കെ വേണ്ട, നമ്മളത് എനിക്കതിൽ പിന്നെന്താ പറയുക അഭിമാനമില്ല. അങ്ങനെ ഒരാളുടെ അനുയായിയുടെ ഉദരത്തിൽ പിറന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു എന്ന് പറയാനുള്ള തീവ്രവാദി തന്നെയല്ലേ? ഒരു തീവ്രവാദിക്കല്ലേ ലിയാഖത്ത് ജനിച്ചത്? മുഹമ്മദ് നബി അനുകൂലിക്കുന്ന ആളുകളൊക്കെ തീവ്രവാദികളല്ല. മുഹമ്മദ് നബി അനുകൂലിക്കുന്ന എല്ലാ ആൾക്കാരും തീവ്രവാദികളല്ല. മുസ്ലിങ്ങൾ തീവ്രവാദികളല്ല. മുസ്ലിങ്ങളിൽ നിങ്ങളെ പോലുള്ള തീവ്രവാദികളുണ്ട്.
നിർദ്ദേശപ്രകാരം ബദറിൽ കൊന്നു തള്ളിയെന്നാ പറഞ്ഞത്. ആ മുഹമ്മദ് നബിയെ അംഗീകരിക്കുന്ന ഒരു സ്ത്രീയുടെയും അല്ലെങ്കിൽ ഒരു പുരുഷന്റെയും മകനായി ജനിച്ച അതേ തീവ്രവാദിക്കുണ്ടായ മകനായി ഉണ്ടായ കുഞ്ഞാണ് ലിയാഖത്ത്. ലിയാഖത്ത് സ്വാഭാവികമായി മനുഷ്യനായ സ്ത്രീക്കും പുരുഷനുണ്ടായ കുഞ്ഞാണ്. അതുകൊണ്ട് എവിടെ അതുകൊണ്ട് പക്ഷെ അത് നിങ്ങളുടെ ഉമ്മയും പാപ്പയും പറയുന്നത് കോഴി എന്തെങ്കിലുമൊക്കെ ഒരു ചാണകം ഒരു കൊട്ട ചാണകം വാങ്ങിയിട്ട് അത് വെച്ചിട്ട് മെഴുകുകയാണെങ്കിൽ അവര് പറയുന്നുണ്ട്. നിന്റെ കയ്യിൽ നിന്ന് പോയി മൊത്തം പോയി. ആ നിക്കറിന്റെ വള്ളി ഒന്ന് ശരിക്കും കെട്ടി വെച്ചേക്ക്, അത് ഊരിപ്പോയി. ലിയാഖത്തിന് ആ ചോദ്യത്തിന് മറുപടി ഇല്ല. മുഹമ്മദ് നബിയുടെ അനുയായിക്ക് ജനിച്ച ആ അനുയായിയുടെ പള്ളയിൽ പിറന്ന ഇപ്പോഴും ലിയാഖത്ത് അലി ഈ വിഷയത്തിൽ മുഹമ്മദ് നബിയെ കുറ്റം പറയുകയും ആ മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്ന ഒരു സ്ത്രീയുടെ ഉദരത്തിൽ പിറന്നതിൽ അഭിമാനിക്കുന്നു അല്ലേ? എന്തിനാണ് ഈ കാപട്യം? ഞാൻ എന്റെ ഉമ്മയിലാണ്, എന്റെ ഉമ്മയുടെ വിശ്വാസത്തിലല്ല അഭിമാനിക്കുന്നത്. ശിഹാബുദ്ദീൻ എന്ന തീവ്രവാദി മരിച്ചതിന് ശേഷവും തീവ്രവാദിയോ? എടാ തീവ്രവാദി, ഞാൻ ആരാണ് തീവ്രവാദി എന്ന് പൊതുസമൂഹം തിരിച്ചറിയുന്ന ഒരു ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഞാൻ പറഞ്ഞത് അതാ പറഞ്ഞത് നീയൊക്കെ ഏതാ ലൈനെന്നും ഏതാണ് മുതലെന്നും മനസ്സിലാക്കാൻ നീ കൂടുതലൊന്നും പറയണ്ട. മുസ്ലിം സമുദായത്തെ ബുദ്ധിമുട്ടിച്ചതുപോലെ അവരുടെ മയ്യത്ത് മറമാടാൻ ഞാൻ പറഞ്ഞല്ലോ, എന്റെ മയ്യത്തിന്റെ കാര്യത്തിൽ, എന്റെ ഡെഡ് ബോഡിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് സ്വീകാര്യമാണോ ഓപ്ഷൻ? പോലുള്ളവർ ഇനി ആ ഭാഗം ലിയാഖത്ത് പോലെയുള്ളവർ മുസ്ലിങ്ങളുടെ പൊതു ശ്മശാനം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ലിയാഖത്ത് മരണപ്പെട്ടാൽ താങ്കളുടെ ബോഡി എന്ത് ചെയ്യണമെന്നും എവിടെ അടക്കം ചെയ്യണമെന്നൊക്കെ ഉള്ളത് ദയവ് ചെയ്ത് വളരെ മുമ്പ് തന്നെ അറിയിക്കാൻ. അത് അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. അത് അറിയിച്ചിട്ടുണ്ട്. അത് കൂടാതെയാണ് നിങ്ങളെ പോലെയുള്ള ഫ്രസ്ട്രേറ്റഡ് ജിഹാദികൾക്ക് ഞാനൊരു ഓഫർ തരുന്നത്. വേണമെങ്കിൽ എന്റെ മൃതദേഹം കൊണ്ടുപോയി ചിന്ന ഭിന്നമാക്കിയിട്ട് ജീവിച്ചിരിക്കെ കൈകാലുകൾ വെട്ടിയറിയാൻ കഴിയാത്തതിന്റെ നിരാശ തീർക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്റെ ഡെഡ് ബോഡി വേണമെങ്കിൽ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം. അത് വേണോ? അത് വേണോ? നിനക്ക് വേണോ? അത് പറ. നിനക്ക് വേണമെങ്കിൽ പറ, അല്ലെങ്കിൽ ആവശ്യമുള്ളവർ വേറെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? എന്റെ ഡെഡ് ബോഡി നിനക്ക് ആവശ്യമുണ്ടോ? അത് പറ. ജീവിച്ചിരിക്കുമ്പോ ചെയ്തു തീർക്കാൻ കഴിയാത്തതൊക്കെ എന്റെ കൈകാലുകൾ അരിഞ്ഞും തലകൾ അരിഞ്ഞെടുത്തും എന്റെ ശരീരഭാഗം ചിന്ന ഭിന്നമാക്കിയും ഏതെങ്കിലും ഒരു പൊട്ടക്കിണറ്റിൽ തള്ളി അതിന് മുകളിൽ നിന്ന് ആക്രോശിക്കാൻ പണ്ട് മുഹമ്മദ് ചെയ്തതുപോലെ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് എന്റെ ഡെഡ് ബോഡി വിട്ടുതരാം. ഞാനത് എഴുതി വെക്കാം. ഡെഡ് ബോഡി എനിക്ക് അയച്ചു തന്നാൽ, ലിയാഖത്ത് ഡെഡ് ബോഡി എനിക്ക് അയച്ചു തന്നാൽ നിങ്ങൾ അതിനു മുമ്പ് ഇസ്ലാം മതം സ്വീകരിക്കുമെന്ന് അറിഞ്ഞാൽ എനിക്കത് ബോധ്യപ്പെട്ടാൽ നിങ്ങളുടെ ഡെഡ് ബോഡി ധാന്യമായി ഞാൻ അടക്കുന്നു. അല്ലാത്ത പക്ഷം ഞാൻ പറയപ്പെട്ട സാധനം നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ ബന്ധുക്കാരെയോ എന്റെ ഭാര്യയും ബന്ധുക്കൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ പറ്റാത്തത് കൊണ്ട് മരിച്ച ഡെഡ് ബോഡിയിൽ വൈകൃതം വരുത്തിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയാ ആനന്ദം കണ്ടെത്താം മുഹമ്മദ് പണ്ട് ചെയ്തതുപോലെ. തീർത്ത ഫ്രസ്ട്രേഷന്റെ ഇരയാണ് ആദ്യത്തെ ഇരയാണ് നിങ്ങളുടെ ഉമ്മ, ജീവിച്ചിരിക്കുന്ന 90 വയസ്സുള്ള ഉമ്മ. അപ്പൊ ശരി മൊത്തം കയ്യിൽ നിന്ന് പോയിന്. നുണ പറയുന്നതിൽ കുറച്ചുകൂടി ഒക്കെ ഒരു ശ്രദ്ധ കൊടുക്കുക. ആരെ കുറിച്ചാണ് നുണ പറയുന്നതിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ തലയിലേറ്റി കൊണ്ട് നടക്കുന്ന കക്കൂസിന്റെ അതേ നിലവാരത്തിലേക്ക് നിങ്ങൾ എത്തുക. ഇല്ല, 3 ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുള്ളൂ. എന്റെ വാക്കുകൾ കേട്ടിട്ട് ഇതുവരെ ആരും ഒരാളുടെ റിപ്പോർട്ട് നോക്കിയിട്ടില്ല. ഒരു വിഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. അത് ഇന്ന് രാത്രി 9 മണിക്ക് മുമ്പ് ഞാനത് തീർപ്പാക്കി കൈ തരാം. ശരിയാക്കാട്ടോ. 9 മണിക്കൂറിൽ ഞാൻ തീർച്ചയായി തരാം. അതുകൊണ്ട് ലിയാഖത്ത് അലിയും കൂട്ടരും സമൂഹത്തിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ, വിഭാഗീയ പ്രവർത്തനങ്ങൾ, അതും പറഞ്ഞ് നമ്മുടെ കൂടെ ഈ വഴിക്കിന് വരരുത്. ഓക്കെ, മാന്യമായിട്ട് വേറെന്തും നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ വീഡിയോകളും അതിന്റെ താഴെ വരുന്ന കമന്റുകളും ഒക്കെ നിയമപരമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം. പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാൻ നോക്കിയിട്ടില്ല ലിയാഖത്ത്. ഇല്ലെങ്കിൽ ലിയാഖത്ത് തീവ്രവാദ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? ഫോൺ അവസാനിപ്പിക്കാൻ ബുദ്ധിമുട്ടാ? നിലവിളിക്കാം. അതിന്റെ ഒരു ഇരയുമായി ഇന്ന് നമ്മൾ സംസാരിക്കാൻ 9 മണിക്ക് വരൂ. അത് ബോധ്യപ്പെട്ടാലെങ്കിലും 9 മണിക്ക് വരൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ഇരയല്ല നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു നുണയാളിയല്ല. ആ 2 പേരെ കൊണ്ട് നിങ്ങൾ സംസാരിപ്പിക്കാനുള്ള അവസരത്തിന് വേണ്ടി നിങ്ങൾ ഞാനാണ് തീവ്രവാദി എന്ന് തിരിച്ചറിഞ്ഞാലെങ്കിൽ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ലിയാഖത്ത് അടിമുടിയെന്ന് നോക്കിയിട്ട് ചങ്ങാതി തീവ്രവാദി എന്ന് ബോധ്യപ്പെട്ടു